അലൈക്കും. ഞാൻ 2 വാദം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസാഖ് മൗലവിയും ഇബ്നു സാറയും അത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അടിക്കുക. എന്നിട്ട് നമുക്ക് ടോസ് ഇടേണ്ടതുണ്ട്. ആരാണ് ഫസ്റ്റ് വിഷയം അവതരിപ്പിക്കേണ്ടത് എന്ന രീതിയിലേക്ക് ടോസ് ഇടേണ്ടതുണ്ട്. അതിന് എൻ്റെ ടീമിലേക്ക് നിങ്ങൾ 2 അക്ക സംഖ്യ എൻ്റെ ടീമിലേക്ക് 2 ആളും അയക്കുക. അത് ഞാൻ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹുവിൻ്റെ അടിമകളും സൃഷ്ടികളുമായ നാം ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള നിയമവ്യവസ്ഥയാണ് ഇസ്ലാം. അതിൽ നമ്മുടെ വക ഒന്നും കൂട്ടിച്ചേർക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല. ദീനിൻ്റെ എല്ലാ വശങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ടുള്ളത്. ദീൻ പ്രബോധനം ചെയ്യാൻ അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് മതം എന്ന നിലക്ക് കാണിച്ചു തരാത്തത് ഇന്ന് ഒരിക്കലും മതമാവാൻ പാടില്ല. അന്ന് മതമല്ലാത്തത് ഇന്ന് മതമാവാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ടാണ് ജന്മദിനാഘോഷം മതത്തിൽ പെട്ടതല്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നത്. ഒരു കാര്യം ഇസ്ലാമികമാവണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. എപ്പോഴാണ് ഒരു കാര്യം ഇസ്ലാമികമാവുക എന്നത് വളരെ മർമ്മപ്രധാനമാണ് നമ്മുടെ എല്ലാ ചർച്ചയിലും. ആ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്ന് സമസ്തക്കാർ ആചരിക്കുന്ന നബിദിനാഘോഷം, ജന്മദിനാഘോഷം അത് ഇസ്ലാമികമല്ല, അത് ബിദ്അത്താണ് എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മറുഭാഗത്തിന്റെ വാദം അത് ഇസ്ലാമികമാണ് എന്നാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യാന്വേഷികളെ, നിഷ്പക്ഷമതികളെ, നബിദിനാഘോഷം അത് അനിസ്ലാമികമാണ് എന്ന വാദമാണ് കേരളത്തിൽ മുജാഹിദുകൾ സാധാരണ ഉയർത്താറുള്ളത്. ഇക്കുറിയും അവസ്ഥ വ്യത്യസ്തമല്ല. ഇവിടെ നമ്മുടെ മൗലവി സാഹിബിന്റെ വാദം തന്നെ രസാവഹം തന്നെ. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ചെയ്യാത്തതൊക്കെയും ബിദ്അത്താണ്, അതുകൊണ്ട് തന്നെ അത് മതവിരുദ്ധവുമാണ്, അനിസ്ലാമികമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശുദ്ധ അസംബന്ധമാണ്. ബിദ്അത്തിനെ കുറിച്ച് മൗലവിക്കോ മുജാഹിദ് പ്രസ്ഥാനത്തിനോ യാതൊരു വിധത്തിലുമുള്ള ധാരണയുമില്ല എന്നതിന്റെ നിദർശനമാണിത്. എന്താണ് ബിദ്അത്ത്? ഷാഫി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി തങ്ങൾ പറയുന്നു, അൽ മുഅ്തസാദു മിനൽ ഉമൂരി ളർബാനി അഹദുഹുമാ മാ ഉഹദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിൽ ബിദ്അത്തു ളലാല. എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായ കാര്യങ്ങളെ 2ആയി വിഭജിക്കാം. ഒന്ന് കിതാബ്, സുന്നത്ത്, അസർ, ഇജ്മാ തുടങ്ങിയ രേഖകൾക്ക് നിരക്കാത്തത്. 2 വസാനി മാ ഉഹദിസ മിനൽ ഖൈരി ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ വഹാദിഹി മുഅ്തസത്തുൻ ഖൈറു മദ്മൂമത്തിൻ. 2 ഈ പറഞ്ഞ രേഖകളിൽ ഒന്നിനും വിരുദ്ധമാകാത്ത വിധം പുതുതായി ഉണ്ടായ നല്ല കാര്യങ്ങൾ, ഇവ ആക്ഷേപാർഹമല്ലാത്ത നല്ല ബിദ്അത്താകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബിദ്അത്തുകൾ തന്നെ 2 വിധമുണ്ട്, നല്ലതുമുണ്ട്, തീയതുമുണ്ട് എന്നാണ് മഹാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല ചര്യകളും പിന്നീട് ഉണ്ടായിട്ടില്ലേ? നബി ചെയ്യാത്തത് സ്വഹാബത്ത് ചെയ്തിട്ടില്ലേ? റസൂൽ ചെയ്യാത്തത് മറ്റേ ഇമാം അബൂബക്കർ തങ്ങൾ ചെയ്തിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെയ്യാത്തത് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ചെയ്തിട്ടില്ലേ? നോക്കൂ, വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം. വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലേ? ഖുർആൻ 2 ചട്ടക്കുള്ളിലാക്കിയത് ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലേ? അങ്ങനെ ചോദിച്ചപ്പോൾ ഖുർആൻ ക്രോഡീകരിക്കണം അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? എന്നല്ലേ? റസൂൽ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യുകയോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അത് ഖൈറാണ് അബൂബക്കർ തങ്ങളെ എന്നാണ്. അങ്ങനെ അവർ വിഷയങ്ങളൊക്കെ സംസാരിച്ച് മഹാനായ മറ്റൊരു സഹാബിയുടെ അടുത്ത് ചെല്ലുന്നു, അല്ലേ? മറ്റൊരു സഹാബിയുടെ അടുത്ത് ചെന്നിട്ട് അവരോട് വിഷയം പറയുകയാണ്. ഈ വിഷയം പറഞ്ഞപ്പോൾ അവരും ചോദിച്ചു, കൈഫ തഫ്അലാനി ശൈഅൻ ലം യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ 2 പേർക്കും ചെയ്യാൻ കഴിയുക?
അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, വല്ലാഹു ഹുവ ഖൈർ, അത് ഖൈറാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിയുടെ കാലത്ത് ചെയ്യാത്തൊരു കാര്യം സ്വഹാബത്ത് ചെയ്തു എന്നതുകൊണ്ട് അത് പിഴച്ച ബിദ്അത്താകുന്നില്ല. അല്ലെങ്കിൽ മതത്തിൽ ശറഇന്റെ ഭാഷയിലുള്ള മദ്ബൂമത്തായ ബിദ്അത്താകുന്നില്ല. അതാണ് മഹാനായ ഹാഫിദ് ദുനിയ പറഞ്ഞത്. എന്താ മഹാൻ പറഞ്ഞത്? വഅമ്മൽ ബിദ്അത്തു ശർഇയ്യത്തുൻ ഫകുല്ലു മാ ലം യദുല്ലു അലൈഹി ദലീലു ശർഇയ്യുൻ. ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഫത്ഹുൽ ബാരിയിൽ മഹാൻ പറഞ്ഞത് എന്താ? മാ ഉഹദിസ വലാ ദലീലുൻ ലഹു മിൻ ശർഇ ബിതരീഖിൽ ഖാസിം വലാ ആമ്മ. ഖാസായിട്ടോ ആമായിട്ടോ ഉള്ള ത്വരീഖിലൂടെ തെളിവില്ലാത്ത, ഖാസും ആമുമായ ത്വരീഖിലൂടെ തെളിവില്ലാത്ത പുതുതായി ഉണ്ടായ ഒന്നാകുന്നു എന്ത്? ബിദ്അത്തുൽ ലലാല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ലലാലത്തായ ബിദ്അത്താകുന്നു എന്നാ പറയാറ്. ഞങ്ങൾ നടത്തുന്ന നബിദിനാഘോഷം അത് ലലാലത്തായ ബിദ്അത്താണ്, പിഴച്ചതാണ് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഖുർആൻ ക്രോഡീകരണം ബിദ്അത്തുൽ ലലാലത്താകണ്ടേ? അല്ലേ? ഖുർആൻ ക്രോഡീകരിച്ചത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ അത് ബിദ്അത്തുൽ ലലാലത്താകണം. അപ്പോൾ അതുകൊണ്ട് മൗലവി സാഹിബിന് ബിദ്അത്ത് സംബന്ധിയായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ ധാരണ തെറ്റാണ്, പിശകാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു വന്നത് ബിദ്അത്തിനെ കുറിച്ചാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ബിദ്അത്തിനെ കുറിച്ച് അബദ്ധജടിലമായ ധാരണയാണുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത് അത് പുതുതായിട്ട് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ നിർമ്മിച്ചാൽ അത് ബിദ്അത്താണ്, ശർഇയായ ബിദ്അത്താണ്, പിഴച്ചതാണ് എന്നാണ് ഇവരുടെ വാദപ്രകാരം വരിക. കാരണം റസൂലുള്ളാഹി ചെയ്യാത്ത പലതും സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. അതായത് അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ കാലത്തില്ലാത്തത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്തില്ലാത്തത് ഉസ്മാൻ തങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ കാലത്തില്ലാത്ത അലി തങ്ങൾ ചെയ്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹും. അതൊന്നുമില്ലാത്തത് താബീങ്ങൾ ചെയ്തിട്ടുണ്ട്, തബഉ താബീങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ അന്നില്ലാത്തതൊക്കെയും പിന്നീട് വന്നിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത്. അപ്പോൾ അത് സംബന്ധിയായിട്ടുള്ള അവിടെ നിലപാട് പിഴച്ചതാണ്. അത് പറഞ്ഞതിന് ശേഷം എന്റെ ആദ്യത്തെ ചോദ്യം ഇതാകുന്നു. അതായത് നിങ്ങൾ ഈ പറയുന്ന നബിദിനം ബിദ്അത്താണെന്ന് നിങ്ങൾ പറയുന്ന, അനിസ്ലാമികമെന്ന് നിങ്ങൾ പറയുന്ന ഈ നബിദിനം അത് അനിസ്ലാമികമാണ് എന്നതിന് ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കുക. ചോദ്യം കൃത്യമാണല്ലോ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത്, സ്വഹാബത്ത് ചെയ്യാത്തത് ഒക്കെയും ബിദ്അത്താണ്, പിഴച്ചതാണ്, ലലാലത്താണ് എന്ന് പറയുന്ന മൗലവിമാര്, റസാഖ് മൗലവിയോട് എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ എല്ലാം ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കൊണ്ട് നബിദിനം അനിസ്ലാമികമാണ് എന്ന് തെളിയിക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കൊണ്ട് നബിദിനം അനിസ്ലാമികമാണെന്ന് തെളിയിക്കണം. വിശുദ്ധ ഖുർആൻ കവർ ചെയ്യാത്ത ഒരു വിഷയവും ഇല്ല. ഇപ്പൊ മൗലവി ചിലപ്പോ ഒന്ന് പറഞ്ഞേക്കും, അതെങ്ങനെയാ നബിദിനം ഇപ്പോൾ ഉണ്ടായെന്ന്. അത് ഹിജ്റ 300 ശേഷമല്ലേ നബിദിനം. അപ്പൊ അള്ളാഹ്ക്ക് എന്താ തിരിഞ്ഞില്ലേ? അള്ളാഹ് ഭാവി ഭൂതങ്ങളൊക്കെ അറിയുന്നയാളല്ലേ? ആ അള്ളാഹുവിന് തിരിഞ്ഞിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് മൗലവി സാഹിബ് വിശുദ്ധ ഖുർആൻ, നമ്മുടെ പ്രമാണങ്ങൾ, ചതുർ പ്രമാണങ്ങൾ, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവയാകുന്നു. അതുകൊണ്ട് ഖുർആനിൽ നിന്ന്, ആദ്യത്തെ പ്രമാണത്തിൽ നിന്ന് തന്നെ നബിദിനം അനിസ്ലാമികമാണ് എന്നതിന് ഒരു ദലീൽ ഉദ്ധരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഏതായാലും അൽഹംദുലില്ലാ ഇബ്നു സാറ നബിദിനാഘോഷം അതല്ലെങ്കിൽ ജന്മദിനാഘോഷം ബിദ്അത്താണ് എന്നിവിടെ സമ്മതിച്ചു. അത് ഇനി ഹസനത്താണ് എന്നതായിരിക്കും അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ സമർത്ഥിക്കാൻ പോകുന്നത്. ഓക്കെ, ബിദ്അത്താണെന്ന് സമ്മതിച്ചു, അൽഹംദുലില്ലാ. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് ഹസനത്താവട്ടെ ബിദ്അത്ത് സയ്യിഅത്താവട്ടെ, ഏതായാലും ബിദ്അത്താണെങ്കിൽ അതിന് പരിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ തെളിവ് കാണാൻ സാധ്യമല്ല. ഇത് ഒരിക്കലും ഇബ്നു സാറയ്ക്ക് ഇനി പിൻവലിക്കാൻ പറ്റില്ല. ഇനി അദ്ദേഹത്തിന്റെ എന്നോടുള്ള ചോദ്യം അനിസ്ലാമികമാണ് എന്നതിന് ഒരു ആയത്ത് ഓതണം എന്നാണ്. സുഹൃത്തെ, വാദപ്രതിവാദത്തിന്റെ ബാലപാഠം നിങ്ങൾക്കറിയുമെങ്കിൽ ഇസ്ലാമികമാണ് എന്ന് വാദിക്കുന്ന നിങ്ങളാണ് തെളിവ് ഹാജരാക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദില്ലത്ത് ശർഇയ്യ കൊണ്ട് അത് സ്ഥിരപ്പെടുത്താൻ ഇന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഈ ഇബ്നു സാറക്കും സാധിക്കുകയില്ല. ഞാനിതാ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഇസ്ലാമികമാവണമെങ്കിൽ ചതുർപ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെടണം. ചതുർപ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെടാത്ത കാലത്തോളം അത് ഇസ്ലാമികവുമല്ല. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ.
ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ മൗലവി സാഹിബ് വീണിരിക്കുകയാണ്. എന്താണ് ചോദ്യം? വിശുദ്ധ ഖുർആൻ കൊണ്ട് നബിദിനാഘോഷം അനിസ്ലാമികമെന്ന് തെളിയിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ചതുർപ്രമാണങ്ങളിൽ ഖുർആൻ പെടില്ലേ മൗലവി? എന്തേ ഇപ്പൊ ഖുർആനിന് ആയത്തില്ലേ? എന്നിട്ട് മൗലവി പച്ചക്കള്ളവന്റെ പേരിൽ പറഞ്ഞിരിക്കുകയാണ് നബിദിനാഘോഷം ബിദ്അത്താണെന്ന് ഇബ്നു സാറ സമ്മതിച്ചു. എവിടെ സമ്മതിച്ചു? അഡ്മിന്മാർ ഇടപെട്ടുകൊണ്ട് ആ ക്ലിപ്പിൽ ഞാൻ എവിടെയാണ് സമ്മതിച്ചത് എന്ന് ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ നബിദിനാഘോഷം ബിദ്അത്താണെന്ന് എവിടെയാണ് സമ്മതിച്ചിട്ടുള്ളത്? ബിദ്അത്തുകൾ രണ്ട് വിധമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബിദ്അത്ത് സംബന്ധിയായിട്ടുള്ള നിലപാട് ബോഷ്കാണ്, അബദ്ധം നിറഞ്ഞതാണ്, പിഴവാണ് എന്ന് തെളിയിക്കാൻ ബിദ്അത്തിനെ ഞാൻ ഇവിടെ നിർവചിക്കുകയാണ് ഉണ്ടായത്. ഷാഫി ഇമാമിന്റെ കൗൽ ഉദ്ധരിക്കുകയാണ് ഉണ്ടായത്. അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മൗലവി പറഞ്ഞു ഞാൻ പച്ചക്കള്ളം പറയുകയാണെന്ന്. അൽഹംദുലില്ലാഹ്, ചതുർ പ്രമാണങ്ങളിൽ പെട്ടതല്ലേ ഖുർആൻ. ആ ഖുർആനിൽ നിന്നൊരായത്ത് ഉദ്ധരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല. എന്നാൽ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. എന്താണ് ബിദ്അത്ത്? നിങ്ങൾ പറയുന്നല്ലോ സ്വഹാബത്തിന്റെ, അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത്, സ്വഹാബത്ത് ചെയ്യാത്തത്, ഇവർ രണ്ടുപേരും ചെയ്യാത്തതൊക്കെയും ബിദ്അത്താണ്, പിഴച്ചതാണ്, മദ്മൂമത്താണ്, അത് നരകത്തിലേക്ക് പോകുന്നതാണ് എന്നല്ലോ നിങ്ങൾ പറയാറ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, എന്താണ് ബിദ്അത്ത്? പ്രമാണബദ്ധമായിട്ട് ബിദ്അത്തിന് നിർവചനം പറയണം. നിങ്ങൾ പിഴച്ചു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു നരകത്തിലേക്ക് പോകുന്ന ബിദ്അത്ത്, ഞങ്ങൾ ഇന്ന് നടത്തുന്ന നബിദിനാഘോഷം, അതെ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു, ചീരണി വിതരണം ചെയ്യുന്നു, ഈ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ പറയുന്നു, ഈ രൂപത്തിലുള്ള നബിദിനാഘോഷം ബിദ്അത്താണ്, പിഴച്ചതാണ് എന്ന് നിങ്ങൾ പറയുന്നു. പറയൂ, എന്താണ് ബിദ്അത്ത്? ബിദ്അത്ത് എന്താണെന്ന് പറയൂ, പ്രമാണബദ്ധമായി പറയൂ. തൊള്ളപ്പൂട്ട് വേണ്ട, പ്രമാണബദ്ധമായിട്ട് ബിദ്അത്ത് എന്താണെന്ന് പറയണം. ആദ്യത്തെ ചോദ്യം അവശേഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, സാധാരണ എല്ലാ വാദപ്രതിവാദങ്ങളിലും നടത്താറുള്ളത് പോലെ വിഷയം അട്ടിമറിക്കുകയാണ് ഇവിടെ മുസ്ലിയാർ. ഇവിടെ മുസ്ലിയാരുടെ വാദം എന്താണ്? ജന്മദിനാഘോഷം, നബിദിനാഘോഷം ഇസ്ലാമികമാണ് അല്ലേ? സ്വാഭാവികമായിട്ടും അതാണ് അദ്ദേഹം തെളിയിക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞു ഇസ്ലാമികമല്ല. ഒരു കാര്യം ഇസ്ലാമികമാവണമെങ്കിൽ നാലാലൊരു തെളിവ് കൊണ്ട് സ്ഥിരപ്പെടണം. നബിദിനാഘോഷം ഈ 4 തെളിവ് കൊണ്ടും സ്ഥിരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ ഇബ്നു സാറക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹം അത് നോക്കട്ടെ, ചെയ്യട്ടെ. ഇവിടെ ഞാൻ എന്തിന് ഖുർആൻ ആയത്ത് ഓതണം? ഇസ്ലാമികമല്ല എന്ന് പറയുന്ന ഞാൻ പ്രത്യേകിച്ച് ഖുർആൻ ആയത്ത് ഓതേണ്ടതില്ല. ഏതൊരു കാര്യവും ഇസ്ലാമികമല്ലെങ്കിൽ അതിൻ്റെ പൊതുവായ നിയമമുണ്ട്, പൊതുവായ ഹുക്കുമുണ്ട്. അത് ഇതിനും ബാധകം എന്നല്ലാതെ ഇതിനൊരു പ്രത്യേക ആയത്ത് നിഷേധിക്കുന്നവരായ ഞങ്ങൾ ഓതേണ്ടതില്ല. വാദിക്കുന്ന വാദികളാണ് തെളിവ് ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമികമല്ല എന്ന് ഇവിടെ സ്ഥിരപ്പെടുമ്പോൾ പിന്നെ അത് ചെയ്താൽ എന്താകും? ബിദ്അത്താകും. അപ്പോൾ ഞങ്ങൾ ബിദ്അത്ത് എന്താണെന്ന് വിവരിക്കും. ഇപ്പോൾ അതിൻ്റെ സമയമല്ല. സുഹൃത്തിന് സാധിക്കുമെങ്കിൽ ഇത് ഇസ്ലാമികമാണെന്ന് സ്ഥാപിക്കാനാണ് സുഹൃത്ത് ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ വാദത്തിൽ എഴുതിയ വാദം അതൊന്ന് ഗൗരവത്തിലെടുത്ത് കണക്കിലെടുത്ത് വാദത്തിന് തെളിവ് ഹാജരാക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ തെളിവ് ഹാജരാക്കേണ്ടതില്ല. ഞങ്ങൾ ഇല്ല എന്ന് പറയുന്ന നിഷേധികളാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. മല എലിയെ പ്രസവിച്ചുവോ? എന്തു പറ്റി മൗലവി സാഹിബേ? ചോദ്യത്തെ തൊടാൻ താങ്കൾക്ക് കഴിയുന്നില്ലല്ലോ. എന്നോട് ചോദിക്കൂ. ചോദ്യാവസരങ്ങളിൽ ഉത്തരം മണിമണിയായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അള്ളാഹ്. എന്റെ ഉസ്താദുമാരുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് ചോദിച്ചു. ഖുർആനിൽ ഒരായത്ത് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറഞ്ഞില്ല. കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം മലിനീകരിക്കുന്ന നിങ്ങളുടെ ഈ വാദത്തെ തച്ചു തകർക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഇൻഷാ അള്ളാഹ്. പറയൂ, ആയത്തെവിടെ? ആയത്തില്ല. ചതുർപ്രമാണങ്ങളിൽ പെട്ടതല്ലേ ഖുർആൻ. എന്തു പറ്റി മൗലവി സാഹിബേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ബിദ്അത്ത്? നബിദിനാഘോഷം ബിദ്അത്താണെന്ന് നായകക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന മുജാഹിദ് മൗലവിമാരുടെ കൂട്ടത്തിൽപ്പെട്ട റസാഖ് മൗലവി നിങ്ങളോട് ചോദിക്കുന്നു, എന്താ ബിദ്അത്ത്? പറയാൻ കഴിയുന്നില്ല. ബിദ്അത്ത് അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ. വാദമുന്നയിക്കുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. നബിദിനാഘോഷം ബിദ്അത്താണെന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് എന്തേ തെളിവ് കൊണ്ടുവരാൻ കഴിയുന്നില്ല? എന്നോട് ചോദിക്കൂ, തെളിവ് ഞാൻ കൊണ്ടുവരും ആ അവസരത്തിൽ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നിങ്ങളാ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് മറുപടി പറയൂ മൗലവി സാഹിബ്.
മൂന്നാമത്തെ ചോദ്യം വരുന്നു. 2 ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഉഴറുന്ന മൗലവി സാഹിബിന് ഇതാ സ്വതവേ അബല പിന്നെ ഗർഭിണിയും എന്ന അവസ്ഥയിലുള്ള മൗലവി സാഹിബിനോട് ചോദ്യം വരികയാണ്. നിങ്ങളുടെ വാദത്തിൽ തന്നെ ചോദ്യം, ഉത്തമ നൂറ്റാണ്ടിലെ നബിയോ സ്വഹാബത്തോ ഉത്തമ നൂറ്റാണ്ടിലെ ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതനോ ഇത് ആചരിച്ചിട്ടില്ല, എന്ത് നബിദിനാഘോഷം ആചരിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഉണ്ട് എന്ന് ഞാൻ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. എന്റെ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നു, ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം ബിദ്അത്താണ്. നബിയും സ്വഹാബത്തും ഉത്തമ നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരും ചെയ്യാത്ത ഒരു കാര്യം, ആഘോഷിക്കാത്ത ഒരു കാര്യം ബിദ്അത്താണെന്ന് നിങ്ങളോട് പറഞ്ഞതാര്? Who told you? ആരാ നിങ്ങളോട് പറഞ്ഞത്? മറുപടി പറയൂ. ചോദ്യം കൃത്യമാണല്ലോ. നബിയും സഹാബത്തും ഉത്തമ നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരും ചെയ്യാത്തൊരു കാര്യം, ആഘോഷിക്കാത്ത ഒരു കാര്യം, ആചരിക്കാത്തൊരു കാര്യം ബിദ്അത്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ചതാരാ? അൽഹംദുലില്ലാഹ്, അത് തന്നെയാണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത്. ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ. കേട്ടോളൂ. ഇന്ന അസ്ല അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദാകുന്ന അമലിന്റെ അസ്ല് ബിദ്അത്താണ്, തീർച്ചയായിട്ടും ബിദ്അത്താണ്. പോരെ, ഈ വായിച്ചത് നിങ്ങളും കൂടി അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ കിതാബിൽ നിന്നാണ്. ഇവിടെ ഇസ്ലാമികമല്ലാത്ത ഒരു കാര്യം പിന്നെ അത് എന്താകും? നമുക്ക് മുഴുവനും ചർച്ച ചെയ്യണം. ഇവിടെ മൗലിദാഘോഷത്തിനെ കുറിച്ച് ബിദ്അത്താണെന്ന് പറഞ്ഞത് നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെയാണ്. ഇനി അത് ഏതിലാണ് പെടുക എന്നതാണ് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞേക്കാം അത് ബിദ്അത്ത് ഹസനത്തിലാണ് പെടുക എന്നല്ലേ. അപ്പോൾ ഏതായാലും അത് ബിദ്അത്താണ്. ഖുർആനിലോ സുന്നത്തിലോ ഇജ്മായിലോ ഖിയാസിലോ തെളിവ് കണ്ടെത്താൻ സാധിക്കാത്ത ബിദ്അത്തിലാണ് മൗലിദ് അമല്. മൗലിദിന്റെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ചില അനിസ്ലാമികമാണ് എന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഓതാനാണ് അദ്ദേഹം പറഞ്ഞത്. ഏതൊരു കാര്യവും അനിസ്ലാമികമാവുമ്പോൾ അതിന്റെ ഹുക്മിയെല്ലാം ഒരുപോലെ തന്നെയാണ്. അതിന് ഒന്നിന് മാത്രമായിട്ട് പ്രത്യേകം ആയത്ത് ഓതേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുക, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന ആയത്ത് ഇസ്ലാമിക വിരുദ്ധമായ ഏതൊരു കാര്യം ചെയ്യുന്നവർക്കും ബാധകമാണ്. നബിദിനാഘോഷത്തിന് പ്രത്യേകം ആയത്ത് ഓതേണ്ടതില്ല. നബിദിനാഘോഷമാവട്ടെ മറ്റ് ഏത് അനിസ്ലാമിക കർമ്മങ്ങളായാലും അതിനൊക്കെ ഓതാനുള്ള പറ്റി മൗലവി സാഹിബെ പൂർണ്ണമായിട്ടും വായിക്കാൻ എന്തേ ധൈര്യപ്പെടുന്നില്ല? അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, ബാക്കി വായിക്കൂ. ഹാഫിദ് ദുനിയയുടെ ഇബാറത്ത് വായിക്കൂ. ഹാഫിദ് ദുനിയയുടെ ചോദ്യമാണ് അമലുൽ മൗലിദിനെ കുറിച്ച്. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ ലം തുൻകൽ അൻ അഹദുൻ മിനസ് സലഫിസ് സ്വാലിഹി മിനൽ ഖുറൂനി സലാസ വലാകിന്നഹാ മഅ ദാലിക ഖദ് ഇസ്തമലത് അലാ മഹാസിന വലിദ്ദിഹാ ഫമൻ തഹറ ഫി അമലിഹാ ഫി അമലിഹൽ മഹാസിന വതജനബ ضدها كان بدعة حسنة وإلا فلا قال وقد ظهر لي تخريجها على أصل ثابت وهو ما ثبت في الصحيحين من أن النبي صلى الله عليه وسلم قدم المدينة فوجد എന്നിങ്ങനെ മഹാന്റെ ഇബാറത്ത് പൂർണ്ണമായി വായിക്കൂ. അസ്ലു അമലിൽ മൗലിദ് ഏതുപോലത്തെ അത് സുയൂത്തി ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ നേരത്തെ തയസ്സറുൽ ഖുർആന ഇന്ദി അൻ അസ്ലു അമലിൽ മൗലിദ് അല്ലദി ഹുവ ഇജ്തിമാഉൻ നാസി, അതേ ജനങ്ങളുടെ ഒരുമിച്ച് കൂടൽ, വഖിറാഅത്തുൽ മാ തയസ്സറ മിനൽ ഖുർആനി, ഖുർആൻ ഓതുക, അതുപോലെ റിവായത്തുൽ അഖ്ബാർ, നബിയുടെ ഇങ്ങനെയുള്ള അമലുൽ മൗലിദ് അതിന്റെ അടിസ്ഥാനം ബിദ്അത്താകുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? വകാന ബിദ്അത്തുൻ ഹസന. പൂർണ്ണമായും വായിക്കാൻ ധൈര്യമുണ്ടോ? കട്ടുവെച്ച് വായിക്കുന്ന പരിപാടി നിർത്തും മൗലവി സാഹിബേ. മഹാനായ തങ്ങൾ എന്താണ് പറഞ്ഞത്? ഹാഫിദ് ദുനി പറഞ്ഞത് എന്താണ്? അത് ഹസനയാണ്, നല്ല കാര്യമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്റെ 4ാമത്തെ ചോദ്യം എന്താണ്? ഒരു കാലത്ത് നിങ്ങൾ മൗലിദാഘോഷം നടത്തിയിരുന്നുവല്ലോ. നിങ്ങളുടെ MCC മൗലവി, EK മൗലവി, KM മൗലവി എല്ലാവരും റബീഉൽ അവ്വൽ 12 ഒരുമിച്ച് കൂടി ശീരണി കഴിക്കുകയും മൗലിദ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കത് സുന്നത്തായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എന്തേ അത് ബിദ്അത്തായി? തെളിവെന്റെ കയ്യിലുണ്ട്, അൽ മുർഷിദുണ്ട്. ആവശ്യപ്പെട്ടാൽ ഞാൻ പേസ്റ്റ് ചെയ്തു തരും. നിങ്ങളുടെ മുൻകാല മൗലവിമാർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാർ, അവർ ഒരു കാലത്ത് മൗലിദ് നടത്തിയിരുന്നു. കൃത്യമായ തെളിവെന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതെന്തുകൊണ്ട് പിഴച്ചതായി? മുൻകാലത്ത് കഴിഞ്ഞു പോയ നിങ്ങളുടെ നേതാക്കളൊക്കെ പിഴച്ചു പോയോ? അൽഹംദുലില്ലാഹ്, ഇത് തന്നെയാണ് നിങ്ങളുടെ നാവിലൂടെ പ്രതീക്ഷിച്ചത്. നിങ്ങളും സമ്മതിച്ചു കഴിഞ്ഞു. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ,
മൗലിദ് ആവുന്ന അമലിന്റെ അസ്ല് ബിദ്അത്താണ്. ഇനി നിങ്ങൾ ഖുർആനിലോ ഹദീസിലോ അതിന് തെളിവ് പരതേണ്ടതില്ല. പിന്നെന്താ നിങ്ങൾ പറയുന്നത്? ഹസനത്തായ ബിദ്അത്താണെന്നല്ലേ? ആര് പറഞ്ഞു ഹസനത്തായ ബിദ്അത്താണെന്ന്? സുയൂത്തി പറഞ്ഞാല് ഇസ്ലാമികമാകുമോ? ഒരു കാര്യം ഇസ്ലാമികമാവുക സുയൂത്തി ഇമാം പറഞ്ഞതിന്റെ പേരിലാണോ? അതല്ലെങ്കിൽ ഇബ്നു ഹജർ പറഞ്ഞതിന്റെ പേരിലാണോ ഒരു കാര്യം ഇസ്ലാമികമാവുക? അങ്ങനെ എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇതിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ വലിച്ചു കൊണ്ടുവന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനു വേണ്ടി ആയത്ത് ഓതാൻ പറ്റില്ല, ഹദീസ് ഓതാൻ പറ്റില്ല. ബിദ്അത്താണെന്ന് നിങ്ങളും സമ്മതിച്ചു കഴിഞ്ഞു. ബിദ്അത്ത് ഹസനത്തായാലും സയ്യിഅത്തായാലും ഖുർആനിലോ സഹീഹായ ഹദീസിലോ തെളിവ് കാണാൻ സാധ്യമല്ല. ഖുർആനിലോ സഹീഹായ ഹദീസിലോ തെളിവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബിദ്അത്തുൻ ഹസന എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയേണ്ട ആവശ്യമില്ല, പറയുകയുമില്ല. അപ്പോൾ ഇത് ബിദ്അത്താണ്. ഇനി നമ്മൾ തമ്മിലുള്ളതായ തർക്കം, ഞങ്ങൾ പറയുന്നു ബിദ്അത്ത് ഏത് ബിദ്അത്തും സയ്യിഅത്താണ്, നിങ്ങൾ പറയുന്നു സയ്യിഅത്തുമുണ്ട് ഹസനത്തുമുണ്ട്. ഹസനത്ത് ബിദ്അത്തുൻ ഹസന എന്നൊരു തസ്തിക ഇസ്ലാമിലുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ നാലാമത്തെ ചോദ്യം, നിങ്ങളുടെ മുൻഗാമികളൊക്കെ മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. ഞാനും ആഘോഷിച്ചിരുന്നല്ലോ. 15 കൊല്ലം മുമ്പ് ഞാനും മൗലിദ് ഓതിയിരുന്നു. ഒരുപാട് മൗലിദുകൾ ഓതിയിട്ടുണ്ട്. അതിനെന്താ ഇസ്ലാമിൽ തെളിവാകുമോ? ഞാൻ എൻ്റെ 35 വയസ്സ് വരെ അല്ലെങ്കിൽ 30 വയസ്സ് വരെ മൗലിദ് ഓതി എന്നതുകൊണ്ട് അത് ഇസ്ലാമികമാകുമോ? MCC മൗലവിയും KM മൗലവിയും മൗലിദ് ഓതി എന്നതുകൊണ്ട് ഒരു കാര്യം ഇസ്ലാമികമാവുമോ? എന്ത് അബദ്ധമാണ് നിങ്ങൾ പറയുന്നത്? ഇതിനാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, ഒരു കാര്യം എപ്പോഴാണ് ഇസ്ലാമികമാവുക, ഒരു കാര്യം ഇസ്ലാമികമാവാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത്തരം അബദ്ധജടിലമായ ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവുകയില്ല. അപ്പോ അതിലും മൗലവി സാഹിബ് പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? അമലുൽ മൗലിദിനെ കുറിച്ച് മഹാനവറുകൾ പറഞ്ഞിട്ട് പറഞ്ഞോ ഈ ബിദ്അത്ത് പിഴച്ചതാണെന്ന് പറഞ്ഞോ? ഈ ബിദ്അത്ത് ലലാലയാണെന്ന് പറഞ്ഞോ? അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ റൂട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ലർബാനി അൽ മുഹദസാത്തു മിനൽ ഉമൂരി ലർബാനി ഷാഫി ഇമാമ പറഞ്ഞത്. ഷാഫി ഇമാമ പറഞ്ഞത് സുയൂത്തി ഇമാമ കോട്ട് ചെയ്തതാ. ഷാഫി ഇമാമ ആരാണ്? ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഷാഫി ഇമാമ പറഞ്ഞിരിക്കുന്നു. ലർബാനി 2 ഉണ്ട്. അതിൽ ഒന്ന് ഏതാ? ബിദ്അത്തുൽ ലലാല. അതേതാ? കിതാബോ സുന്നത്തോ അസറോ ഇജ്മാവോ എതിരായി വരുന്നത്, നിരക്കാത്തത് എന്നർത്ഥം. എന്നാൽ ഇതിനൊന്നും വിരുദ്ധമാകാത്ത വിധം ഉണ്ടായ പുതുതായ കാര്യങ്ങൾ. അത് നല്ല ബിദ്അത്താകുന്നു. ഹാഫിദ് ദുനിയ പറഞ്ഞത് എവിടെ? ഉദ്ധരിക്കാം. ഹാഫിദ് ദുനിയ ഉദ്ധരിച്ചു. എന്ത്? അസ്ലുൽ അമലിൽ മൗലിദ് ബിദ്അത്താണെന്ന് ഉദ്ധരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ലലാലത്താണെന്ന് പറഞ്ഞോ? അത് ഹസനാണെന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താ പക്കത്ത് ലഹറലി തഹ്രീജുഹു, അതിനെ മാ സബത്ത ഫി സ്വഹീഹൈനി, ഞാൻ തെളിവ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. എങ്ങനെ? അല അസ്ലുൻ സാബിത്ത്. ഇനി എന്റെ ചോദ്യം എന്താണെന്നറിയോ? 5ാമത്തെ ചോദ്യം ഇബ്നു തൈമിയ ഇതിനെ നന്നാക്കിയിട്ടുണ്ട്. എന്താ ഇബ്നു തൈമിയ പറഞ്ഞത്? ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മുസ്ലിമ. അതേ, മൗലിദ് ദിനം, നബിദിനത്തെ ബഹുമാനിക്കല്, അഥവാ ഇത്തിഖാദുഹു മുസ്ലിമ, അഥവാ ആഘോഷിക്കുന്നത് എന്താണ്? പലരും ആഘോഷിക്കുക. അത് വളരെ കൂലി കിട്ടുന്ന കാര്യമാണ്. കാരണം എന്താ? അത് നല്ല നെയ്യത്തോടെയാണെങ്കിൽ നല്ല നെയ്യത്തിലുണ്ട്, അതുപോലെ തന്നെ നബിയോടുള്ള ബഹുമാനവും ഉണ്ട്. അപ്പൊ ഇബ്നു തൈമിയ പറയുന്നു അത് നല്ല കാര്യമാണ്, അജ്റുൻ അലീം, കൂലി കിട്ടുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ ഇബ്നു തൈമിയക്കെതിരെ പ്രവർത്തിക്കുന്നത്. ഇബ്നു തൈമിയക്കെതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അവൻ ഖുർആനെതിരെ പ്രവർത്തിച്ചവനായി എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. തെളിവിന്റെ കയ്യിലുണ്ട്, ചോദിച്ചാൽ കാണിച്ചു തരാം. പറയൂ, ഇബ്നു തൈമിയ നല്ലതാണെന്ന് പറയുന്നു, അജ്റുൻ അലീം. നിങ്ങൾ എന്തുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നു? മറുപടി പറയൂ മൗലവി സാഹിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും മുസ്ലിം ലോകത്തിന് അത് സ്വീകാര്യമല്ല. വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എത്രയോ ഖുത്ബകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും ളലാലത്താണെന്ന് കുല്ലിട്ട് റസൂലുള്ളാഹി പറയുമ്പോൾ കുറച്ച് അതിനെ നല്ലതാക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശമാണ് മുസ്ലിയാക്കന്മാര്? ഇനി ഷാഫി ഇമാമിനെ പോലത്തെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ലൊഗവിയായ മാനാക്കുള്ള ബിദാത്തായിരിക്കും. ഷറായിയായ എല്ലാ ബിദാത്തും വലാലത്തന്നെ. വക്കുല്ലു വലാലത്തും ഫിന്നാർ, എല്ലാ വലാലത്തും നരകത്തിലുമാണ്.
നിങ്ങൾ അവിടെ കുല്ലു ബിദഅത്തിൻ ദലാല എന്നുള്ളടത്ത് നിങ്ങൾ ചിലത് ദലാലത്തല്ല എന്ന് പറയുകയാണെങ്കിൽ ചില ദലാലത്ത് നരകത്തിലല്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. കൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട് വകുല്ലു ദലാലത്തി ഫിന്നാർ, എല്ലാ ദലാലത്തും നരകത്തിലാണ്. നിങ്ങൾ കുല്ലു ബിദഅത്തിന്റെ അവിടെ ബാദുൽ ബിദഅത്തി ഹസനത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാദു ദലാലത്ത് ലൈസ ഫിന്നാർ എന്നും പറയേണ്ടി വരും. അതുപോലെ ചില മുഹ്ദസാത്തുകൾ ബിദഅത്തല്ല എന്നും നിങ്ങൾ പറയേണ്ടി വരും. റസൂലുള്ളാഹി ആവട്ടെ വകുല്ലു, ഏതായാലും ബിദഅത്തുൻ ഹസനയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു തഖ്രീജിനും ഇനി അവകാശമില്ല. അസ്ല് ഹദീസിൽ അസ്ല് സ്ഥിരപ്പെട്ട സംഗതിയാണെങ്കിൽ അതിനെക്കുറിച്ച് ബിദഅത്ത് എന്ന് പറയേണ്ടതില്ല, ബിദഅത്തുൻ ഹസന എന്നും പറയേണ്ടതില്ല. അത് സുന്നത്തിലാണ് പെടുക. അതുകൊണ്ട് ബിദഅത്തുൻ ഹസനയാവട്ടെ ബിദഅത്ത് സയ്യിഅത്താവട്ടെ ബിദഅത്താണെന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? ഇനി ആ വിഷയത്തിന് നിങ്ങൾ ഖുർആനെന്നോ ഹദീസെന്നോ തെളിവ് കൊണ്ടുവരാൻ സാധ്യവുമല്ല, പറ്റുകയുമില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയാവട്ടെ മറ്റ് ഏതു പണ്ഡിതന്മാരാവട്ടെ പറയുന്ന കാര്യം തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞതെങ്കിൽ സ്വീകരിക്കും, അതല്ലെങ്കിൽ മാറ്റിവെക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇമാം ഷാഫി തങ്ങളോട് പ്രത്യേക വിരോധമോ എന്തെങ്കിലും അകൽച്ചയോ ഇബ്നു തൈമിയ്യയോട് എന്തെങ്കിലും അനുകമ്പമോ ഇവിടെ ഇല്ല. അവരുടെയൊക്കെ വാക്കുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മുടെ ചർച്ചയുടെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഇനി ചോദ്യം ചോദിക്കാനുള്ള വകുപ്പ് എനിക്കാണ്. ഞാനിതാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അതിനുമായി ബന്ധപ്പെട്ട മറുചോദ്യങ്ങൾ വീണ്ടും ഉണ്ടാവുന്നതാണ്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ജന്മദിനാഘോഷം ഇസ്ലാമികമാണോ? അൽഹംദുലില്ലാ, സംവാദം മുതലായി മക്കളെ. ഇബ്നു തൈമിയയുടെ ആശയം വിഷലിപ്തമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ വിഷലിപ്തമാണെന്ന് പറഞ്ഞതിന് തുല്യമാണ് എന്നാണ് നിങ്ങളുടെ പ്രസിദ്ധീകരണം എഴുതി വെച്ചത്. എന്നിട്ടോ ഇപ്പൊ ഇബ്നു തൈമിയക്കും തെറ്റി എന്ന് ഇബ്നു തൈമിയെ തള്ളിയിരിക്കുകയാണ് മൗലവി സാഹിബ്. മുതലായി അൽഹംദുലില്ലാ. പിന്നെ ആരെ തള്ളി? ഹാഫിദുദ്ദുനിയെ തള്ളിയിരിക്കുന്നു. ഹാഫിദുദ്ദുനിയാണ് വൽ മുറാദു ബി ഖൗലിഹി കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞെടുത്ത് മഹാനാണ് പറഞ്ഞത് മാ ഉഹദിസ വലാ ദലീലുൻ ലഹു മിനശ് ശർഇ ബി ത്വരീഖിൽ ഖാസിൻ വല ആമിൻ. ഖാസോ ആമോ, അതെ ഹ്രസ്വമോ അല്ലെങ്കിൽ വ്യാപകമോ ആയ രൂപത്തിലെ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഉണ്ടാക്കപ്പെട്ട പുതുത് അത് മാത്രമേ വലാലത്താകൂ. ഷാഫി ഇമാമിനും തെറ്റിയെന്നാ മൗലവി പറഞ്ഞത്. ഷാഫി ഇമാം ആരാണ്? അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന പണ്ഡിതൻ. ഷാഫി ഇമാമിനെ തള്ളി, ഹാഫിദ് ദുനിയെ തള്ളി, അവസാനം ഇതാ മൗലവി സാഹിബ് സ്വന്തം നേതാവിനെയും തള്ളിയിരിക്കുന്നു. അൽഹംദുലില്ലാ, വിജയമാണ് ഞങ്ങളുടേത്. അല്ലാഹു അക്ബർ. ഇനി മറുപടിയിലേക്ക് വരുന്നു. അതേ ഇബ്നു തൈമിയ തന്നെ ബിദ്അത്തിനെ നിർവചിച്ചില്ലേ? എന്താണ് ഇബ്നു തൈമിയ പറഞ്ഞത്? അമ്മൽ ബിദ്അത്തു ശർഇയ്യതു ഫകുല്ലു മാ ലം യദുല്ല അലൈഹി ദലീലുൻ ശർഇയ്യുൻ എന്നാണ് പറഞ്ഞത് അല്ലേ? ശർഇന്റെ വീക്ഷണത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മതപരമായ ലക്ഷ്യങ്ങൾക്ക് നിരക്കാത്തത്. നബിദിനാഘോഷം ഏത് മതപരമായ ലക്ഷ്യത്തിനാണ് നിരക്കാത്തത് സുഹൃത്തേ? എല്ലാ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ടതാണ് നബിദിനാഘോഷം. അപ്പോ ഇബ്നു തൈമിയെ തള്ളി, മറ്റേ ഇമാം ഷാഫിയെ തള്ളി, അതുപോലെ ദുനിയയും തള്ളി, ഉപയോഗിച്ച് തള്ളിക്കളയുക. ഇതാണ് ഇവരുടെ പ്രസ്ഥാനത്തിന്റെ ശൈലി തന്നെ. മുജാഹിദ് പ്രസ്ഥാന പോസ്റ്റ്മാനെ പോലെയാണ് മഹാന്മാരെ കാണുന്നത്. പോസ്റ്റ്മാന്റെ സ്വഭാവം എന്താ? അയാളുടെ ജോലി എന്താ? ഫംഗ്ഷൻ എന്താ? കത്ത് തരിക. അത് കഴിഞ്ഞ് പോസ്റ്റ്മാന്റെ ആവശ്യമില്ലല്ലോ. തേപ്പോട്ടി പോലെ. തേപ്പോട്ടിയുടെ ആവശ്യം എന്താ? ഈ നമ്മുടെ ഡ്രസ്സൊക്കെ ചുളിഞ്ഞു കഴിഞ്ഞാൽ ചുളിവ് നിവർത്തുക. അത് മാത്രമേ മഹാന്മാരുടെ ദൗത്യം എന്ന നിലയ്ക്ക് മഹാന്മാരെ ചവച്ചു തുപ്പിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. സ്വന്തം ആവശ്യത്തിന് വേണ്ടി അന്നാസുൽ മൗലിദ് ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് മഹാന്റെ പൂർണ്ണമായ ആ ഉദ്ധരടി ഉദ്ധരിക്കാൻ പോലും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അതെ, ഇനി എന്നെ മറുപടി പിടിച്ചോ മൗലവി സാഹിബേ. നബിദിനാഘോഷം ഇസ്ലാമികം തന്നെ. കാരണം എന്താ? അള്ളാഹുവാണ് പറഞ്ഞത്. ചതുർ പ്രമാണങ്ങളിൽ ആദ്യത്തെ പ്രമാണമാകുന്ന വിശുദ്ധ ഖുർആൻ ശരീഫ് പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഓ മുഅ്മിനീങ്ങളെ, നബിയെ പറയൂ, സന്തോഷിക്കൂ. നിങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദിക്കൂ. എന്തിനു വേണ്ടി? റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കൂ. എന്താണ് റഹ്മത്ത്? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ.
റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹു പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങളുടെ എല്ലാ സമ്മേളനങ്ങളെക്കാളും സാൽവേഷനേക്കാളും ഒക്കെ ഏറ്റവും മുഖ്യമായത് നബിദിനാഘോഷമാകുന്നു, അതിനുവേണ്ടി സംഘടിക്കലാകുന്നു എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആനെ പോലും ലവലേശം ഭക്തിയില്ലാതെ തള്ളിക്കളയുന്ന മുജാഹിദ് മൗലവി സാഹിബേ, നിങ്ങളാണോ മുസ്ലിം എന്ന് പറയുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഖുർആനാണ് പറഞ്ഞത് നബിദിനം ആഘോഷിക്കുവാൻ അത് ഇസ്ലാമികം തന്നെയാകുന്നു. തെളിവിന്റെ മാലപ്പടക്കം ഞാൻ തീർക്കും. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഇസ്ലാമികമാണ്. ഓക്കെ, ഒരു കാര്യം ഇസ്ലാമികമാവൽ നാലാലൊരു ദലീല് കൊണ്ട് സ്ഥിരപ്പെടുമ്പോഴുമാണ്. അദ്ദേഹം എന്നിട്ട് ദലീൽ ഉദ്ധരിച്ചു പരിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ആയത്ത്, അല്ലേ? ആര് പറഞ്ഞു ഈ ആയത്ത് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന്? ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ റസൂലായി കിട്ടിയതിലും ആ റസൂലിന്റെ ഉമ്മത്തിൽ പെട്ടതിലും ആർക്കും ഇവിടെ ഒരു സന്തോഷക്കുറവുമില്ല. എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ തർക്കവിഷയം എന്താണ്? ഇബ്നു സാറ മറന്നോ? നമ്മുടെ തർക്കവിഷയം റസൂലുള്ളാന്റെ ഉമ്മത്തിൽ പെട്ടതിൽ സന്തോഷിക്കണോ വേണ്ടയോ, അതാണോ ഇവിടെ തർക്കവിഷയം? ഇസ്ലാമിൽ ജന്മദിനം ആഘോഷമുണ്ടോ? അതാണ് ചോദ്യം. അതിന് ഈ ആയത്തിൽ എവിടെയാണ്? ആയത്തിന്റെ ലഫ്ളൻ ബിലഫ്ള് അർത്ഥം പറയണം, ളമീർ മടക്കേണ്ടയിടത്തേക്ക് ളമീർ മടക്കണം, മുഫസ്സിരീങ്ങളുടെ തഫ്സീർ വായിക്കണം. ഈ ആയത്തിന്റെ മുമ്പുള്ള ആയത്തും ഈ ആയത്തും തമ്മിൽ ബന്ധമുണ്ടോ അതും പറയണം. എന്നിട്ട് ആരാണ്, എവിടെയാണ് ഈ ആയത്തും ഈ ആയത്തിന്റെ വ്യാഖ്യാനവും സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ആയത്തിൽ നബിദിനാഘോഷത്തിനോ ജന്മദിനാഘോഷത്തിനോ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വഹാബത്തും താബിഈങ്ങളും അത് ആഘോഷിച്ചില്ല? യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. മുസ്ലിയാക്കന്മാര് എന്ത് ചെയ്യും? മുഴുവൻ വാദാതെ അവർക്ക് ആവശ്യമുള്ളത് മാത്രം ഓതി അതിനർത്ഥം പറഞ്ഞ് രക്ഷപ്പെടാറാണ്. എന്നാൽ അതിന്റെ തഫ്സീറുകളിലേക്കൊന്നും അവർ പോകാറുമില്ല. എന്താണ് മുഫസ്സിരീങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ഞാൻ ഇവിടെ ഏതാനും തഫ്സീറുകൾ വായിക്കാൻ പോവുകയാണ്. മൗലവി സാഹിബിന്റെ ചോദ്യം എന്താണ്? നബിദിനം ഇസ്ലാമികമാണോ എന്നതിന് ഞാൻ മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ആയത്ത് ഞാൻ തെളിവ് കൊടുത്തു. ഈ ആയത്ത് കൊണ്ട് ആരാ പറഞ്ഞത് മൗലിദാഘോഷം നടത്താന്ന്? അള്ളാഹ് പറഞ്ഞു, മൗലവി സാഹിബേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുകയും, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ എന്ന് അള്ളാഹ് പറയുന്നു, സന്തോഷിക്കാൻ. എന്നിട്ടോ വാഖറജഹു ശൈഖ് അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫിൽ ആയത്തി ഖാല ഫദ്ലുല്ലാഹി ഇൽമ്, ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഇൽമ്, അള്ളാഹിന്റെ ഇൽമാണ്. അതുപോലെ റഹ്മത്തുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്ത് അല്ലാഹുവിന്റെ റസൂലുമാകുന്നു. ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ. എന്നിട്ടോ തെളിവും പറഞ്ഞു, ഖല അല്ലാഹു തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുർആൻ കൊണ്ട് തന്നെ അവർ തെളിവും പറയുന്നു മഹാന്മാർ. ദുറുൽ മൻസൂർ ഖുർആനാണ് പറയുന്നത്, അള്ളാഹു ആണ് പറയുന്നത്, ശാരി ആണ് പറയുന്നത്. എന്ത്? നബിയെ കൊണ്ട് സന്തോഷിക്കൂ, നബിയെ കൊണ്ട് സന്തോഷിക്കൂ. അപ്പൊ അത് ഏത് രൂപത്തിൽ ഇങ്ങനെ ആകാൻ പാടുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. ഏത്? നിസ്കാരം, അത് 5 വഖത്തേ പറ്റൂ, 6 വഖത്തോ 7 വഖത്തോ പറ്റൂല. അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സ്വലാത്ത് എല്ലാം പറഞ്ഞു, സൊല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്തിലേക്കോ എങ്ങനെ ചെല്ലാം? ഇരുന്നും കിടന്നും നടന്നും ഒക്കെ ചെല്ലാം, എവിടെ വെച്ചും ചെല്ലാം. അതിന് പ്രത്യേക നിയതമായ മാർഗങ്ങളില്ല. അപ്പോൾ ഇന്ന് സുന്നികൾ നടത്തുന്ന മിലാദാഘോഷം, മൗലിദാഘോഷം ഖുർആനാണ് പറഞ്ഞത്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഇനി റസൂലുള്ളാഹിയും അത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി അവിടുന്ന് സ്വന്തം നഫ്സിന് വേണ്ടി ആട്ടിനെ അറുത്തു കൊടുത്തു, കുർബാനി നടത്തി, മൗലിദാഘോഷിച്ചു. ആരാണ് തെളിവ് കൊണ്ട്? ബൈഹഖി ഇമാം ഉദ്ധരിച്ച ഹദീസ് ഇമാം സുയൂത്തി തങ്ങളുടെ തെളിവ് കണ്ടുപിടിച്ചു, അതിൽ നിന്ന് തെളിവ് പുറപ്പെടുവിച്ചു. എടുക്കൂ, ഹാഫിദ് ഇമാം സുയൂത്തിയുടെ അൽ ഹാമിലിൽ ഫത്താവ എടുക്കൂ. എന്താണ് നോക്കൂ, മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു എന്നാൽ വഖദ് അല്ലാഹു ലി തഖരീജുഹു അലാ അസ്ലിൻ ആഖർ വഹുവ മാ അഖ്റജഹു അൽ ബൈഹഖി അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ക അൻ നഫ്സി ബഅദ അൻ-നുബുവ മഅ അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹ അബ്ദുൽ മുത്തലിബ് അക്ക അൻഹു ഫി സാബിൻ വിലാദത്തിഹി വൽ അഖീഖതു ലാ തുആദു മറത ഥാനിയതൻ ഫയുഹ്മലു ദാലിക അലാ അന്ന അല്ലദി ഫഅലഹു അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹാറു ലിശ്ശുക്രി അലാ ഈജാദില്ലാഹി യാ റഹ്മത്തൻ ലിൽ ആലമീൻ വ തശ്രീഉ ലി ഉമ്മതി കമാ കാന യുസല്ലി അലാ നഫ്സി ദാലിക. നബിദിനാഘോഷത്തിന് മറ്റു തെളിവായി ഇമാം ബൈഹഖി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് എനിക്ക് വ്യക്തമായിട്ടുണ്ട്.
വ്യക്തമായിട്ടുണ്ട്, എനിക്ക് വ്യക്തമായിട്ടുണ്ട്. നബി തങ്ങൾ നബുവത്തിന് ശേഷം സ്വന്തം ശരീരത്തിന് വേണ്ടി അറിവ് നടത്തി. ഈ അറിവ് അവിടുത്തെ ഈ അറിവ് അത് ഹഖീഖത്താണെന്ന് പറയാൻ പറ്റൂല. പിന്നെ കാരണം നബിയുടെ ഉപ്പാപ്പ നേരത്തെ അറിവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാന മഹാൻ പറയുന്നു ഫയുസ്തഹബ്ബു ലനാ, നമുക്കത് സുന്നത്താക്കപ്പെട്ടിരുന്നു. അയ്യൻ ഇൽഹാറു ശുക്രി ബിമൗലിദി ഇബിജിതിമാഇ ബിതുആബി തുആമി വനഹ്വ ദാലിക മിൻ വജൂഹിൽ ഖുർബാതി വഇൽഹാരി സറാത്തി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ച് ഭക്ഷണം കൊടുക്കൽ, ആളുകൾ ഒരുമിച്ച് കൂടൽ തുടങ്ങിയ സന്തോഷ പ്രകടനങ്ങൾ നമുക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഹാവിലിൽ ഫത്താവയിൽ ഇമാം സുയൂത്തി തങ്ങൾ, നിങ്ങളുടെ നേതാവ് പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം ആണെന്നാണ് ഖാദിയാനി ഖണ്ഡനത്തിൽ ഉമർ മൗലവി പറഞ്ഞത്. മുസ്ലിയാരെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് പറഞ്ഞെടുത്തുള്ള റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെയാണ് സമ്മതിച്ചാൽ തന്നെ റസൂലുള്ളാഹിന്റെ റഹ്മത്താകുന്ന റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ ജന്മദിനം ആഘോഷിക്കാൻ അതിൽ എവിടെയാണ് തെളിവ്? ഇങ്ങനെ ഈ ആയത്തിൽ ജന്മദിനം ആഘോഷിക്കാൻ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും താബിഈങ്ങളും ഹിജ്റ 300 വരെയുള്ള പണ്ഡിതന്മാർക്കും ഇങ്ങനെ ഒരു നിർദ്ദേശം ഈ ആയത്തിൽ നിന്ന് കിട്ടിയില്ല? അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. നിങ്ങളോടുള്ള ചോദ്യങ്ങൾ ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾ പണ്ട് ആരോ കോണിക്ക് വോട്ട് ചെയ്യാൻ ഖുൽഹുവല്ല ഓതിയതുപോലെ എന്തെങ്കിലും ഓതി രക്ഷപ്പെടാൻ ഇവിടെ ശ്രമിക്കണ്ട. നിങ്ങൾ വാദിച്ചാൽ മാത്രം പോരാ, വാദത്തിന് തെളിവ് ഹാജരാക്കണം. ഹാജരാക്കുന്നത് വാദവുമായി ബന്ധപ്പെട്ട തെളിവുമായിരിക്കണം. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. ഇതാ ഞാൻ വായിക്കുന്നു, ഖുർത്തുബിയാണ് ഞാൻ വായിക്കുന്നത്. ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ യാ അയ്യുഹന്നാസ് യാനി ഖുറൈശ് ഖദ് ജാഅതുകും മൗഇദ ഐ വഅദുൻ കണ്ടോ മിർ റബ്ബിക്കും യാനി അൽ ഖുർആൻ. അതുകൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. ഫീഹി മവാഇദും വഹിക്കമുൻ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. വീണ്ടും മറ്റ് തഫ്സീറുകൾ ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നു. വറഹ്മത്തുൻ ഐ നിഅമത്തുൻ കണ്ടോ ഇബ്നു സാറ കേട്ടോ, ഖുർത്തുബിയാണ് വായിക്കുന്നത്. ഐ നിഅമത്തുൻ ലിൽ മുഅ്മിനീന ഖസ്സഹും ലിഅന്നഹുമുൽ മുൻദഫിഊന ബിൽ ഈമാനി. ഈമാൻ കൊണ്ട് ഉപകരിക്കുന്നവർ മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ടാണ് ഖുൽ ബിഫദ്ലില്ലാഹി എന്ന് പറഞ്ഞതുകൊണ്ട് മുഅ്മിനീങ്ങളാണ് ഉദ്ദേശം. റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം നിഅമത്താണ്, അല്ലാഹുവിന്റെ അനുഗ്രഹം. ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. അതുപോലെ റസൂലിൽ നിന്നും ദീനു പഠിച്ച സ്വഹാബത്താണ്. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കേട്ടോ, ഫദ്ലുല്ലാഹി അൽ ഖുർആൻ വറഹ്മത്തുഹു അൽ ഇസ്ലാം. കണ്ട, റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഇസ്ലാമാണ്. ആരാണ് പറയുന്നത്? നിങ്ങളെ ബഹറുൽ മുഹീത്തും മുഹീത്തുൽ ഹിന്ദി ഒന്നല്ല പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് പറയുന്നത് കേട്ടോ. വറഹ്മത്തുഹു അൽ ഇസ്ലാം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് പറഞ്ഞ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഇസ്ലാമാണ്. എന്താ മൗലവി സാഹിബ് ആകെ അലകും പിടിയൊക്കെ തെറ്റും നിങ്ങൾക്ക്? ഖുർആനിന്റെ തെളിവ് നസ്സല്ലേ, ഷാരി അല്ലേ പറയുന്നത്? അല്ല പറയുന്നു നബിയെ കൊണ്ട് സന്തോഷിക്കൂ. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങളിപ്പോ വേറൊരു തഫ്സീർ വായിച്ചു. ആ തഫ്സീർ ഞാനും അംഗീകരിക്കുന്ന തഫ്സീർ അല്ലേ? ഖുർത്തുബി ഇമാമിന്റെ തഫ്സീർ ഞാനും അംഗീകരിക്കുന്നതാ. എന്നാൽ ദുർറുൽ മൻസൂർ പറയുന്നു, ബഹർ മുഹീത്ത് ഇമാം അബൂഹിയാനും നഹ്വി തങ്ങൾ പറയുന്നു. എന്താ പറഞ്ഞത്? റഹ്മത്ത് കൊണ്ട് ഉദ്ദേശ്യം അള്ളാഹുവിന്റെ റസൂലാകുന്നു. അതവർ വെറുതെ പറഞ്ഞതുമല്ല, അതിനും അവർ തെളിവ് കണ്ടുപിടിച്ചവിടുന്ന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണെന്ന് അള്ള തന്നെ പറഞ്ഞിട്ടില്ലേ? അതിനെ വെച്ചുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ വ്യാഖ്യാനം അവർ പറയുന്നത്. എന്താ മൗലവിക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്? കേട്ടില്ലേ? വിശുദ്ധ ഖുർആൻ പച്ചയായിട്ട് പറഞ്ഞത് മൗലവി സാഹിബിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതാണ് ആമന്നാ സല്ലംന നേതാക്കൾ പറയുന്നത് അങ്ങോട്ട് വിഴുങ്ങുക, അതേ ഇങ്ങക്ക് കഴിയൂ. തെളിവ് അങ്ങോട്ട് പടപടാന്ന് മണിമണിയായിട്ട് തെളിവ് അങ്ങോട്ട് വരുമ്പോ മേപ്പോട്ട് നോക്കിക്കുക, എന്നിട്ട് പറയാ തെളിവല്ലാന്ന്. അത് പണ്ട് അബൂജഹൽ പറഞ്ഞിട്ട് തെളിവല്ലാന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തീർന്നില്ല. ഹദീസില്ലേ? എന്താ ഹദീസ്? അല്ലാഹുവിന്റെ റസൂല് അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ക അന്നഫ്സിഹി ബഅദ അൻ-നുബുവ്വ, വൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂല് ശരീരത്തിന് വേണ്ടി അറുത്തു കൊടുത്തു. വഖദ് ലഹറ ലി തഖരീജുഹു അലാ അസ്ലിൻ ആഖർ വഹുവ മാ അഖ്റജഹു അൽ-ബൈഹഖിയൂൻ. സുയൂത്തി ഇമാം പറഞ്ഞത് നിങ്ങളുടെ നേതാവ് ഖാദിയാനി ഖണ്ഡനത്തിൽ എഴുതി വെച്ച സുയൂത്തി ഇമാം ശൈഖുൽ ഇസ്ലാമാണ്. ആ സുയൂത്തി ഇമാമാണ് പറഞ്ഞത്
മാ അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖഅന്നഹു ഫീ സാബിൻ വിലാദ്. അബ്ദുൽ മുത്തലിബ് നേരത്തെ അറബ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 7-ാം ദിവസം അക്കീക്ക അറുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അക്കീക്കല്ല, പിന്നെന്താണ്? ജന്മദിനത്തിൽ അവർ സന്തോഷിച്ചു. അതുകൊണ്ട് ഫയുസ്തഹബ്ബു ലനാ, നമുക്കും അത് സുന്നത്താണ്. ഇനി റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അവര് നബിദിനാഘോഷം നടത്തിയിട്ടുണ്ട്. ശരിക്കും പിടിച്ചാൽ മവാഹിബുൽ ലദുന്നിയ ഫഖീല ലി അശ്റ അലൈഹി അമലു അഹ്ലിൽ മക്കത സിയാറത്തുഹും മൗലിദിഹി ഫീ ഹാദിൽ വഖ്ത്. നബിയുടെ ജനനം റബീഉൽ അവ്വൽ 12-നാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതനുസരിച്ചാണ് മക്കയിലെ മുസ്ലിങ്ങൾ മുൻകാലത്തും ഇക്കാലത്തും പ്രവർത്തിച്ചു വരുന്നത്. നബി തങ്ങൾ ജനിച്ച സ്ഥലം ഈ സന്ദർഭത്തിൽ റബീഉൽ അവ്വൽ 12-ന് അവർ സിയാറത്ത് ടൂർ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. സ്വഹാബത്ത് നബിയുടെ ജന്മസ്ഥലത്തേക്ക് സിയാറത്ത് ടൂർ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ അമലുൽ മൗലിദ്. പോരാ, അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ മദീനയിൽ വന്നില്ലേ? ത്വലഅൽ ബദ്ർ ചൊല്ലി സ്വീകരിച്ചില്ലേ? റബീഉൽ അവ്വൽ 12-നായിരുന്നില്ലേ? സ്വഹാബത്ത് ആചരിച്ചില്ലേ നബിയുടെ മൗലിദ് ആഘോഷം? റബീഉൽ അവ്വൽ 12-ന് നിങ്ങളുടെ മുബാറക് ഫൂയുടെ പുസ്തകം എടുത്തു വായിക്കുന്ന സീൽഡ് നെക്ടർ എടുത്തു വായിക്കൂ. റബീഉൽ അവ്വൽ 12-ന് മദീനത്തേക്ക് വന്ന തിരുനബിയെ അവർ സ്വീകരിച്ചത് എങ്ങനെയാണ്? ത്വലഅൽ ബദ്ർ ചൊല്ലിയാണ്. മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ. അതുകൊണ്ട് നിർബന്ധമാണെന്ന് പാടി. ഞാൻ വായിച്ചത് ഖുർത്തുബി ഇമാമിന്റെ സ്വന്തമായ അഭിപ്രായമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അഭിപ്രായമാണ്. നിങ്ങളുടെ ബഹറുൽ മുഹീത്താരൻ എഴുതിയതുപോലെ അവരുടെ സ്വന്തം നിഗമനമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് എടുത്തു കൊടുത്തത്. റഹ്മത്താണ്. റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഇസ്ലാമാണ്. ഇനിയും കേട്ടോളൂ സ്വഹാബത്തിന്റെയും താബീങ്ങളുടെയും അഭിപ്രായം. വഅനിൽ ഹസനി വല്ലഹാക്കി വമുജാഹിദിൻ വഖതാദ ഫദ്ലുല്ലാഹി അൽ ഈമാൻ വറഹ്മത്തുഹു അൽ ഖുർആൻ. ഖതാദ, മുജാഹിദ്, വഹാക്ക്, ഹസൻ ഇവരുടെയൊക്കെ അഭിപ്രായം റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിയാരെ നിങ്ങളോട്, റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം റസൂലുള്ളയാണെന്ന് വെച്ചാൽ തന്നെ അതിലെവിടെ ജന്മദിനാഘോഷത്തിന് തെളിവ്? എവിടെ തെളിവ്? ഇവിടെ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണ്ടെന്നോ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പെട്ടതിന്റെ പേരിൽ സന്തോഷിക്കണ്ടെന്നോ? അയ്യോ, അങ്ങനെ ഒരു അഭിപ്രായം ഇവിടെ ആർക്കുമില്ലല്ലോ. ഒരെതിരെ അഭിപ്രായം ഇവിടെ ഇല്ലല്ലോ. അതിനു വേണ്ടിയല്ലല്ലോ നമ്മുടെ ചർച്ചയും നടക്കുന്നത്. നമ്മുടെ ചർച്ച എന്താണ്? ജന്മദിനാഘോഷം ഇസ്ലാമിലുണ്ടോ എന്നാണ്. ജന്മദിനാഘോഷം ഇസ്ലാമിലുണ്ടോ? ഇല്ല എങ്കിൽ എന്നാൽ റസൂലുള്ളാഹിന്റെ ആഘോഷിക്കാൻ വല്ല പ്രത്യേക തെളിവുമുണ്ടോ? അതിനാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്, തെളിവ് ഹാജരാക്കേണ്ടത്. നിങ്ങൾ വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തുകൾ ഓതി രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടിയായി ആയത്തുകൾ ഉദ്ധരിക്കുമ്പോൾ ആ ആയത്തുകൾ ഇതിന് തെളിവല്ല എന്ന് സമർത്ഥിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഞാൻ ചോദ്യകർത്താവാണെങ്കിലും നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവുകളെ ഗണ്ണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് വിശദീകരണത്തിലേക്ക് പോവേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്റെ വാദം ഇപ്പോഴും എന്റെ ചോദ്യം നിലനിൽക്കുന്നു. ജന്മദിനാഘോഷം ഇസ്ലാമികമാണോ? ആണെങ്കിൽ അതിന്റെ തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതണം. അതിലില്ലെങ്കിൽ സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കണം. അതിൽ രണ്ടിലുമില്ലെങ്കിൽ ഇജ്മാഅോ ഖിയാസോ ഉദ്ധരിക്കണം. ഇതിന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. എന്തുപറ്റി മൗലവി സാഹിബേ? ചോദ്യത്തിന് മണിമണിയായിട്ട് മറുപടി അങ്ങോട്ട് തന്നപ്പോ എന്താണ് ഇപ്പോ ചോദ്യങ്ങളൊന്നും പുതുതായിട്ടില്ലേ മൗലവി സാഹിബിന്? മറന്നുപോയോ? 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. 5 ചോദ്യം നഷ്ടപ്പെടാറായി. ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്നാണ് പറയുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഉദ്ധരിക്കപ്പെടുന്നത്. എന്താണ്? അന്നൽ ഫളൽ ഇൽമു വറഹ്മത്തു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്ത് മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ അല്ലാഹ് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കൂ. അപ്പൊ റൂഹുൽ മആനി നിങ്ങളുടെ ആലൂസി എന്താ പറഞ്ഞത്? ഫബിദാലിക ഫൽയഫ്റഹു എന്നത് ലിത്തഅഖീദി വത്തഖരീരി വൽ അസ്ലു ഇൻ ഫരിഹു ബിശൈഇൻ ഫബിദാലിക ഫൽയഫ്റഹു. അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് എടുത്തു പറയണമെന്ന ആശയത്തിന് പ്രാധാന്യം കൽപ്പിക്കാനും ഉറപ്പിക്കാനും വേണ്ടിയാകുന്നു. ആലൂസിയാണ് പറഞ്ഞത്. മോളിലിട്ടിട്ടുണ്ട് തെളിവ്, ശരിക്കും വായിച്ചു നോക്കിയോ. ഇനി പറഞ്ഞു മൗലവി തൊട്ടിട്ടില്ല.
ഹദീസ് പാച്ച ഹദീസ്. ഇമാം ബൈഹഖിയുടെ ഹദീസ് നുബുവത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അറുത്തു കൊടുത്തു. എന്തിനു വേണ്ടി? തിരുനബിയുടെ ജന്മത്തിൽ ശുക്ർ പ്രകടിപ്പിക്കാൻ വേണ്ടി. നേരത്തെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചല്ലോ, ഇമാം സുയൂത്തിയുടെ ഇബാറത്ത് ഉദ്ധരിച്ചു, ഇമാം ഹാഫിദുദ്ദീനിയുടെ ഇബാറത്ത് ഉദ്ധരിച്ചു. മൗലവിക്ക് തോടാൻ കഴിഞ്ഞിട്ടില്ല. മൗലവി ആപ്പാടി അന്നാസുൽ മൗലവി വിധത്തിൽ അത് മാത്രം പഠിച്ചു വെച്ചിട്ട് വന്നു. എന്നിട്ട് എന്ത് പറ്റി? ആകെ എന്ത് പറ്റി മൗലവി സാഹിബേ? വാട്ടർലൂ ആയി പോയോ? നിങ്ങളുടെ മക്കയല്ലേ ഗ്രൂപ്പ്? ഈ മോസ്കോ ഗ്രൂപ്പിൽ നിങ്ങളുടെ മോസ്കോയിൽ വന്നുകൊണ്ട് നിങ്ങളുടെ മസ്തകം പിളർക്കുകയാണ് അഹ്ലുസുന്നയുടെ കേവലം ഒരു ചെറിയ ഭടനായ ഞാൻ. തെളിവുകളുടെ മാലപ്പടക്കം സൃഷ്ടിച്ചിട്ട് തൊടാങ്ങക്ക് കഴിഞ്ഞിട്ടില്ല. ആയത്ത് ഉദ്ധരിച്ചു, ഹദീസ് ഉദ്ധരിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു പറയുന്നു റഹ്മത്താണെന്ന്. ഇബ്നു അബ്ബാസ് തങ്ങൾ അത് സ്ഥിരീകരിക്കുന്നു അദ്ദുറുൽ മൻസൂറിൽ. അതുപോലെ തന്നെ ഇമാം സുയൂത്തി അത് ഉദ്ധരിക്കുന്നു. മഹാനായ വളരെ ഭുവന പ്രശസ്തനായ മഹാനായ ഇമാം അബൂ ഹയ്യാൻ നഹ്വി തങ്ങളും അത് സ്ഥിരീകരിക്കുന്നു. പിടിച്ചോ മൗലവി സാഹിബേ? സ്വഹാബത്ത് ആചരിച്ചതിന്റെ തെളിവ് അവർ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു വീട്ടിൽ കൂടുന്നു. ഒരിക്കൽ ഖാല അബ്ദുല്ലാഹ് ഇബ്നു ഇമാം അഹ്മദ്, ഞാൻ ചുരുക്കി പറഞ്ഞു, നുബ്യഅതു അന്നൽ അൻസാറ ഖബല ഖുദൂമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ് എന്താണ് അലൈഹിൽ മദീന ഖാലു ലൗ നലർനാ യൗമൻ ഫജ്തമഅനാ ഫീഹി ഫദക്കറനാ. എന്താണ് നമുക്കൊരു ദിവസം നിശ്ചയിച്ചാൽ എന്താണ് അവർ തീരുമാനിക്കുന്നു, ചോദിക്കുന്നു. ഫദക്കറനാ ഹാദൽ അംറില്ലദി അന്നമല്ലാഹു അലൈനാ ബിഹി. ആ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി നമ്മുടെ നബിയെക്കുറിച്ച്, അല്ലാഹു അനുഗ്രഹിച്ച നബിയെക്കുറിച്ച് പറഞ്ഞാൽ എന്താ? മൗലിദില്ല എന്താ എന്നവർ ചോദിക്കുന്നു. യൗമസബത്ത് പറ്റൂല. സുമ്മ ലാ നുജാമഅ അൽ യഹൂദ ഫീ യൗമിഹിം ഖാലു യൗമൽ അഹദ് പറ്റൂല. ഖാലു ലാ നുജാമഅ അൽ നസ്വാറ ഫീ യൗമിഹിം. പിന്നെ ഖാലു ഫയൗമുൽ ഉർബത അത് വെള്ളിയാഴ്ച. ഫഖാനു യസൂമുന യൗമൽ ജുമുഅ. ജുമുഅ ദിവസം അവർ ഒരുമിച്ച് കൂടി. തങ്ങളുടെ വീട് ഒരുമിച്ച് കൂടി. പിന്നെയോ ഫദുബിഹത് ലഹും ഷാത്തുൻ ആടിനറുത്തു. ഫഖഫതുഹും അതവർക്ക് മതിയായി. അപ്പോൾ ഒരു ദിവസം ഒരുമിച്ച് കൂടി, ദിവസം നിശ്ചയിച്ചു, റസൂലുള്ളാഹിനെ കുറിച്ച് മൗലിദ് പറഞ്ഞു, ആടിനെ അറുത്തു കൊടുത്തു, അതവർക്ക് മതിയായി. ഫത്ഹുൽ ബാരി. എന്താ മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത്? തെളിവില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. അക്കീക്കത്ത് അർത്ഥതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടാ? അക്കീക്കത്ത് അർത്ഥത് കൊടുത്തതാ ഇപ്പൊ നിങ്ങൾ ജന്മദിനാഘോഷത്തിന് തെളിവ് പറയുന്നത്? അത് നമുക്ക് അക്കീക്കത്ത് ഇസ്ലാമികമാണോ അല്ലേ എന്ന ചർച്ച വെക്കുമ്പോൾ അപ്പൊ കൊടുന്നാ മതി. പിന്നെ നിങ്ങളോട് പ്രത്യേകം ഉണർത്താനുള്ളത്, തെളിവ് പറയുമ്പോൾ സഹീഹായ സനദുള്ളത് പറയണം. എന്തെങ്കിലും വാറോല ഇവിടുന്ന് വായിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. ഇവിടെ ഇബ്നു കസീർ, ഞാൻ ഖുർത്തുബി ഇവിടെ വായിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്, അതുപോലെ ഹസൻ, ലഹാഖ്, മുജാഹിദ്, ഖത്താദ, ഇവര് മുഴുവനും പറഞ്ഞത് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഇസ്ലാമാണ് അല്ലെങ്കിൽ ഖുർആനാണ്. ഇതാണ് അവർ പറഞ്ഞത്. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ചില തഫ്സീർ വായിച്ചുകൊണ്ട് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം റസൂലുള്ളാഹി തങ്ങളാണ് ആവട്ടെ, എന്നാൽ സമ്മതിച്ച് നിങ്ങളുടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് സമ്മതിച്ചാൽ തന്നെ ജന്മദിനം ആഘോഷിക്കാൻ എവിടെയാണ് ഇതിൽ തെളിവ്? എവിടെയാണ് തെളിവ് മുസ്ലിയാരെ? അതാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നമ്മുടെ വിഷയം നിങ്ങൾ മറക്കരുത്. ജന്മദിനാഘോഷം അതാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക പരിഗണന, അതും 12-ന് അതിലും കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട്, സ്വഹാബത്ത് നൽകാത്ത പരിഗണന, റസൂലുള്ളാഹി തങ്ങൾ നൽകാത്ത പരിഗണന, അങ്ങനെ നൽകിക്കൊണ്ട് നിങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്നു. അതിനുള്ള തെളിവ് എവിടെ? അതാണ് ചോദിക്കുന്നത്. പറയുന്ന വിഷയത്തിനായിരിക്കണം തെളിവ് പറയേണ്ടത്. ഹഖീഖത്ത് അർത്ഥത്തിന് തെളിവ് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ബിദ്അത്തുൻ ഹസന എന്ന ഗണത്തിൽ പെടുത്തിയ മുസ്ലിയാർക്ക് ഇപ്പോ ഹദീസുകൾ പരതിപ്പോകുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് ഇതിന് ഹദീസും ഖുർആനും ഒക്കെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇതിനെ ബിദ്അത്തിൽ പെടുത്തുന്നത് മുസ്ലിയാരെ? നിങ്ങൾ ആദ്യമേ ഇവിടെ സമ്മതിച്ചതല്ലേ ബിദ്അത്താണ്, പക്ഷെ ഹസനത്താണ്. ബിദ്അത്തുൻ ഹസനത്ത് എന്ന തസ്തിക ഇസ്ലാമിൽ ഉണ്ടാക്കി അതിൽ നിങ്ങൾ നബിദിനാഘോഷത്തിന് പെടുത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഖുർആനും ആയത്തും ഹദീസും ഓതാൻ പോകുന്നത്? ഖുർആനിലും ഹദീസിലും ഇതിന് തെളിവുണ്ടെങ്കിൽ ഇതിനെ പിന്നെ എന്തിനു നിങ്ങൾ ബിദ്അത്തുൻ ഹസനയിൽ പെടുത്തേണ്ട ആവശ്യം എന്താണ് നിങ്ങൾക്ക്? അപ്പൊ നിങ്ങളുടെ വൈകല്യങ്ങളും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സാനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ. അതാ റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ റസൂൽ അതാ കടന്നു വരികയാണ് മദീനത്തേക്ക് കടന്നു വരുമ്പോ അതാ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചുകൊണ്ട് മദീന നിവാസി
വിശ്വാസികൾ സ്വഹാബത്തതാ ചൊല്ലുകയാണ്, ഓ നബിയെ കടന്നു വരൂ നബിയെ, ഞങ്ങൾക്ക് നിർബന്ധമായിരിക്കുകയാണ് നബിയെ ഇൽഹാർ ശുക്ർ, സന്തോഷം വജബ ശുക്റു അലൈന, ഞങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നു നബി എന്ന് പാടിക്കൊണ്ടവർ നബി ദിനം ആഘോഷിക്കുന്നു. റബീഉൽ അവ്വൽ 12 പറയുന്നത് നിങ്ങളുടെ മുബാറക് സൂരിയാണ്. റഹീഖുൽ മഖ്തൂം, സീൽഡ് നെക്ടർ അവാർഡ് കിട്ടിയ കൃതിയാണ്. വായിച്ചു നോക്കൂ മൗലവി സാഹിബേ. പിന്നെ വാദം മൗലവി മറന്നുപോയി, നിങ്ങൾ റബീഉൽ അവ്വൽ 12 വാദത്തിൽ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ പറയുന്നതിനൊക്കെ അതിനും അപ്പുറം തെളിവ് തരുന്നു. മൗലവി സാഹിബ് പറയുന്നത് എന്താണ്? വാറോല ഉദ്ധരിക്കരുതെന്ന്. എന്ത് ഹദീസിനെ കുറിച്ച് വാറോല? റസൂലുള്ളാഹിന്റെ ഹദീസ്, നുബുവത്തിന് ശേഷം അവിടുന്ന് അറുത്തു കൊടുത്തു ശരീരത്തിന് വേണ്ടി. അത് എവിടെ വന്നതാ? രാമായണത്തിൽ ഉദ്ധരിച്ചതാ? അല്ല, ബൈഹക്കിയിൽ നിന്ന് ഉദ്ധരിച്ചത്. ബൈഹക്കി ഇമാം വാറോല ഉദ്ധരിക്കുന്നയാളാണോ? നിഷ്പക്ഷപതികളെ നിങ്ങൾ വിലയിരുത്തൂ. മൗലവി സാഹിബിന്റെ നിലവാരം, തന്റെ വാദങ്ങൾക്കെതിരെ പറയുന്നവരെയൊക്കെ തള്ളിക്കളയുന്ന, നേരത്തെ മഹാന്മാരെയൊക്കെ തള്ളി, ഇബ്നു തൈമിയ്യയെ തള്ളി, മഹാനായ ഹാഫിദ് ദുനിയെ തള്ളി, ഷാഫി ഇമാമിനെ തള്ളി, ഇപ്പോൾ ഇതാ ഹദീസും തള്ളുകയാണ്. അൽഹംദുലില്ലാ. നിങ്ങൾ ഹദീസ് നിഷേധികളാണ്, നിങ്ങൾ വെറുതെ പറയുകയല്ല. മൗലവി സാഹിബ് ഞാൻ നബിദിനാഘോഷത്തിന് മറ്റൊരു തെളിവ് ഇമാം ബൈഹക്കി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു, എനിക്കത് വ്യക്തമായിരിക്കുന്നു എന്ന് പറയുന്നത് ശൈഖുൽ ഇസ്ലാം ഇമാം സുയൂത്തി റഹിമഹുള്ളയാണ്. ഇനി തീർന്നില്ല. ഹാഫിദ് ദുനിയ പറഞ്ഞു, അത് ആശുറാ നോമ്പിൽ നിന്ന് സ്വഹീഹൈനി ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് ഞാനിവിടെ ഉദ്ധരിച്ചു, തെളിവിട്ടു. എന്താണ്? ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ദുനിയ പറഞ്ഞത്, അസ്അദ് ഇബ്നു സുറാർ റളിയല്ലാഹു അൻഹു വീട്ടിൽ സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയില്ലേ? ഖാല നുബ്ബിഅതു അന്നൽ അൻസാറ ഖബല ഖുദൂമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നബി മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് അലൈഹിൽ മദീന ഖാലു ലൗ നളർനാ യൗമൻ ഫജ്തറഅനാ ഫീഹി, നമുക്കൊരു ദിവസം നിശ്ചയിച്ചാൽ എന്താ, ആ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടിയാൽ എന്താ എന്ന് സ്വഹാബത്ത് കൂടിയാലോചന നടത്തുകയാണ്. എന്നിട്ടോ ഫദക്കറനാ ഹാദൽ അംറില്ലദി അന്നമല്ലാഹു ലിനബിഹി, എന്നിട്ടോ നമുക്ക് നമ്മുടെ നബിയെ കുറിച്ച് സ്മരിച്ചാൽ എന്താ, പറഞ്ഞാൽ എന്താ, അള്ളാഹ് അനുഗ്രഹിച്ച. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, സമ്മതിച്ചു. ഫഖാലു യൗമ സബത്ത്, എന്നാ ശനിയാഴ്ചയിൽ എന്താ? സുമ്മ ഖൽബു വേണ്ട, ലാ നുജാമിയൽ യഹൂദ ഫി യൗമിഹിം, അത് ജൂതന്മാരുടെ ദിവസമല്ലേ. അവർ യൗമുൽ അഹദ് ഞായറാഴ്ച ആയാലോ? ഖാലു ലാ നുജാമിയൽ നസാറ ഫി യൗമി, അത് നസാറകളുടെ ദിവസമാ. ഫഖാലു ഫയൗമുൽ അറൂബ, വെള്ളിയാഴ്ച ദിവസമായ എന്താ? ഖാല വകാനു യസൂമുന യൗമുൽ ജുമുഅ യൗമുൽ അറൂബ ഫജ്തമിഉ ഫി ബൈതി അബി ഉമാമത അസ്അദ് ഇബ്നു സുറാറ, വെള്ളിയാഴ്ച ദിവസം അസ്അദ് ഇബ്നു സുറാറ തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി. ഫദുബിഹത് ലഹും ഷാത്തുൻ, ആടിനെ അറുത്തു. ഫകഫഅതു, അവർക്ക് മതിയാക്കപ്പെട്ടു. ഇയാൾ അതിരുവിട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് അഡ്മിന്മാർ ശ്രദ്ധിക്കുന്നില്ല? ഇവിടെ വിഷയവുമായിട്ടുള്ളതിനാണ് തെളിവ് പറയേണ്ടത്. ഇവിടെ അദ്ദേഹത്തോട് ആരും ചോദിച്ചിട്ടില്ല മക്കത്തുനിന്ന് മദീനയിലേക്ക് എന്നാണ് പുറപ്പെട്ടത്, മദീനയിൽ എന്നാണ് എത്തിച്ചേർന്നത്. ആ എത്തിച്ചേർന്നപ്പോൾ അൻസാരികൾ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുവോ? ഇതൊന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. ഇവിടുത്തെ വിഷയം ജന്മദിനാഘോഷം. ഇവർ റബീഉൽ അവ്വൽ 12 റസൂലുള്ള ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ മാസം മുഴുവനും ഇവർ ജന്മദിനം ആഘോഷിക്കുന്നു. ഇതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ നാലാലൊരു തെളിവ് കൊണ്ട് തെളിവ് പറയണം. ഇതാണ് എൻ്റെ നിർദ്ദേശം. ഇതാണ് വാദത്തിന്റെ പ്രധാന ഘടകം. ഇതിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് ഹഖീഖത്തറുത്തതിനും മദീനത്തിലേക്ക് പ്രവേശിച്ച ദിവസം ആഘോഷിച്ചതിനും ഒക്കെയാണ് ഇയാൾ തെളിവ് പറയുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഇദ്ദേഹം പറയുന്നില്ല. മുസ്ലിയാരെ, ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ ഹഖീഖത്ത് അറുത്തുക്കണോന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോഴല്ലേ നിങ്ങൾ ബൈഹഖിന്റെ ഹദീസ് ഉദ്ധരിക്കേണ്ടതുള്ളൂ. എന്താണ് നിങ്ങൾ വിഷയം മറന്ന് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് വിഷയത്തിന് തെളിവ് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേറെന്തെങ്കിലൊക്കെ പിടിച്ചു കൊടുത്തിട്ട് തെളിവാക്കുക, അല്ലേ? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കട്ടവനാക്കുന്ന ശൈലിയാണ് ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് മാറ്റി നിങ്ങൾ വിഷയവുമായി സഹകരിക്കൂ. എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ജന്മദിനാഘോഷത്തിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അദില്ലത്തു ശറഈയ കൊണ്ട് തെളിവ് പറയൂ. ജന്മദിനാഘോഷത്തിനാ തെളിവ് ചോദിക്കുന്നത്, ഹഖീഖത്ത് അർത്ഥത്തിനല്ല. അതല്ലെങ്കിൽ മദീനത്തുകാർ റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിച്ചതിനല്ല തെളിവ് ചോദിച്ചത്. വിഷയവുമായി സഹകരിക്കാൻ തയ്യാറാവൂ മുസ്ലിയാരെ. അൽഹംദുലില്ലാ, ഒരുപാട് സമയം മുസ്ലിയാർക്ക് കൊടുത്തിട്ടും വിഷയവുമായി സഹകരിച്ചു പോകാൻ മുസ്ലിയാർ തയ്യാറായില്ല. മുസ്ലിയാർ പിന്നെ എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയ ദിവസം സ്വഹാബത്തെല്ലാവരും കൂടി നബിയെ സ്വീകരിച്ചു, ആഘോഷിച്ചു. എന്നിട്ട് മൂപ്പര് വായിച്ചത് ഇപ്പം എന്താ? ശനിയാഴ്ച പറ്റോ? പറ്റൂല. ഞായറാഴ്ച പറ്റോ? പറ്റൂല. വെള്ളിയാഴ്ച നബി ജനിച്ച ദിവസം ആണോ? വെള്ളിയാഴ്ചയാണോ മുസ്ലിയാരെ നബി ജനിച്ചത്?
നിങ്ങളുടെ വൈരുദ്ധ്യം, നിങ്ങളുടെ വാദത്തിന് വൈരുദ്ധ്യങ്ങൾ നിങ്ങളുടെ നാവിലൂടെ തന്നെ അല്ലാഹു തആല കാണിച്ചു തരികയാണ്. ഇത്രയും സമയം നിങ്ങൾക്ക് തന്നിട്ട് ഒരു തെളിവ് ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. പിന്നെ നിങ്ങൾ കൊണ്ടുവന്നത് ഹഖീഖത്തറത്തു, അതും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതിനല്ല, അല്ലേ? നിങ്ങൾ സഹീഹായ തെളിവാണെന്ന്. ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഇവരുടെയൊക്കെ അവസ്ഥ ഇതാണ്. അവർ എന്തെങ്കിലുമൊക്കെ വായിക്കും, ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് എന്നൊക്കെ വായിക്കും, പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ടതാവൂല. എന്നിട്ട് കുറച്ചൊക്കെ അവിടെയൊക്കെ മൂടി വെച്ച് ഇവിടെയൊക്കെ മൂടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് രക്ഷപ്പെടും. അക്കാല നഫ്സിഹി, ചില ആളുകൾ ആദ്യമൊന്നും അർത്ഥം പറയാൻ തന്നെ തയ്യാറായിരുന്നില്ല. ചിലപ്പോൾ അക്ക എന്ന പദം പോലും വായിക്കാൻ തയ്യാറില്ലാതെ മലയാളത്തിൽ പറഞ്ഞ് രക്ഷപ്പെടാറായിരുന്നു മുസ്ലിയാക്കന്മാർ പതിവ്. അതൊക്കെ ഇവിടെ പിടികൂടി വിഷയത്തിനും വേണ്ടിയുള്ള ഒരൊറ്റ തെളിവും അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആയത്തോതി ആ ആയത്തും വിഷയത്തുമായി ബന്ധപ്പെട്ടതല്ല. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗാമികളായ സലഫുസ്സാലിഹീങ്ങൾ ആരും റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടുമില്ല. അപ്പോൾ ജന്മദിനം ആഘോഷിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് എന്ന സത്യം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത് അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന സത്യം ഇവിടെ ഒന്നുകൂടി പുലർന്നിരിക്കുന്നു. ഈ മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻകഴിഞ്ഞു പോയ സലഫുസ്സാലിഹീങ്ങൾ ആരും ഇതിന്റെ അടിസ്ഥാനത്തിൽ ജന്മദിനാഘോഷം എന്നൊരു പരിപാടി ഇസ്ലാമിലുണ്ടെന്നും അതിന് ഈ ആയത്തുകളും ഹദീസുകളും അതിന് തെളിവാണ് എന്നും ഒരൊറ്റ മുൻഗാമികളായ പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. പിന്നെ ജന്മദിനത്തെ അനുകൂലിച്ചവർ മുഴുവനും സ്വന്തം നിലക്കുള്ള ന്യായങ്ങളും ന്യായീകരണങ്ങളും കണ്ടെത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവർക്കാർക്കും തെളിവുദ്ധരിക്കാൻ സാധിച്ചിട്ടുമില്ല. അതിനെ അനുകൂലിച്ചവർ വരെ അത് ബിദ്അത്തുൻ ഹസന എന്ന തസ്തികയിൽ പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളതും പെടുത്തിയിട്ടുള്ളതും. അപ്പോൾ പിന്നെ അതിനു വേണ്ടി ആയത്തുകൾ ഓതാൻ ഒരാൾക്കും അർഹതയുമില്ല. ആയത്തിൽ തെളിവില്ലാത്തത് കൊണ്ടാണ്, ഹദീസിൽ തെളിവില്ലാത്തത് കൊണ്ടാണ് ഇതിനെ അനുകൂലിച്ചവർ പോലും ബിദ്അത്തുൻ ഹസന എന്ന തസ്തിക ഉണ്ടാക്കി അതിൽ ഇതിനെ ഉൾപ്പെടുത്തിയത്. സാറാ മുസ്ലിയാർ കുറെ ഒച്ചപ്പാടുണ്ടാക്കി എന്നല്ലാതെ, കുറെ ഒച്ച വെച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവിയാണത്. ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് ജയിക്കലാണ് എല്ലാ പ്രാവശ്യവും അവരുടെ സ്ഥിരം ശൈലിയാണത്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ വളരെ കർക്കശ നിയമമുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിംഗിടികൾക്ക് പ്രോത്സാഹനം നൽകി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഗ്രൗണ്ട് സപ്പോർട്ട് കയ്യിലെടുക്കാൻ പറ്റാത്തതിലുള്ള അമർഷം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഏതായാലും സത്യം മനസ്സിലാക്കാൻ അല്ലാഹു തആല ഒരിക്കൽ കൂടി അവസരം നമുക്ക് നൽകി. അൽഹംദുലില്ലാ, ഇതുപോലെയുള്ള ചർച്ചകൾ വളരെ ഉപകാരപ്രദമാണ്. ഇതുപോലെ തന്നെയാണ് ഏതൊരു വിഷയവും ഇവരോട് ശർഈയായ ദലീല് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന് തയ്യാറാവാതെ എന്തെങ്കിലും എവിടുന്നെങ്കിലും എന്തെങ്കിലും വായിച്ച് രക്ഷപ്പെടുകയാണ് ഇവരുടെ സ്ഥിരം പതിവ്. അത് വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുകയില്ല. കാരണം ശരിക്കും നമുക്ക് അതിനെ പിടികൂടാൻ സാധിക്കും. സ്റ്റേജ് പ്രോഗ്രാം പോലെ രക്ഷപ്പെട്ട് കഴിച്ചിലാവുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, ആദ്യമായി ഞാൻ ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്ക് നന്ദി പറയുന്നു, ഇത്രയും മഹത്തായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ സംവാദത്തിൽ ഒരിക്കൽ പോലും മൗലവി സാഹിബ് ഒരു ഇബാറത്ത് പോലും ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് അത് വിശദീകരിക്കാൻ തയ്യാറായോ? അതുതന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവില്ല, മരുന്നില്ല എന്നതിന് കൃത്യമായ തെളിവായി. ഞാനിവിടെ പറഞ്ഞ എല്ലാത്തിനും മണിയായി ഞാനിവിടെ ഇബാറത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉദ്ധരിച്ച ഇബാറത്തുകൾ ചോദ്യം ചെയ്യാൻ ഞാനിതാ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഈ സംവാദാനന്തരം നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മണിയായിട്ട് ഞാൻ അതിനൊക്കെ മറുപടി നൽകും. ഞാൻ ഇതിനൊക്കെ വലിയ ചോദ്യങ്ങളാണ് പ്രതീക്ഷിച്ചത്. അൽഹംദുലില്ലാഹ് ഉസ്താദ്മാരെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് മൗലവിയെ നമുക്ക് ഊതിക്കെടുത്താൻ കഴിഞ്ഞു. മൗലവി സാഹിബ് ഒന്നുമല്ല അത് തെളിഞ്ഞില്ലേ, ഒരൊറ്റ തെളിവ് പോലും ഉദ്ധരിച്ചില്ല. എന്നിട്ട് കൊടുത്ത തെളിവുകളൊക്കെ അത് തെളിവല്ല എന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തെളിവല്ലാതാകോ? സാഹിബ് തുടക്കം തന്നെ പതറിപ്പോയി.
ഇബ്നു തൈമിയ്യയെ തള്ളേണ്ടി വന്നു. ഫതഅലീമുൽ മൗലിദി വഇത്തിഖാദുഹു മുസ്ലിമാ ഖദ് യഫ്അലുഹു ബഅദുൻ നാസി വയഖൂലു ലഹു ഫീ അജ്റുൻ അലീം. നബിയുടെ മൗലിദാഘോഷം പുണ്യമുള്ള കാര്യമാണ് എന്ന് ആരാ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ്യയെ തള്ളിക്കളഞ്ഞു. ഇബ്നു തൈമിയ്യക്കെതിരെ ഒരാളെ സംസാരിച്ചാൽ ഓൻ ഖുർആനെതിരെ സംസാരിച്ചവനായി എന്ന് വിചിന്തനം എഴുതി. അത് നിങ്ങളുടെ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ എഴുതി വിഷലിപ്തമാണ് എന്ന്. ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ വിഷലിപ്തമാണെന്ന് പറഞ്ഞ് തുല്യമാണെന്ന് എഴുതി. സുഹൃത്തുക്കളെ, ഇബ്നു തൈമിയ്യ തള്ളി, ഹാഫിദ് ദുനിയെ തള്ളി, ഷാഫി ഇമാമിനെ തള്ളി. എല്ലാ ബിദ്അത്തും ലലാലത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഫത്വൽ ബാരി ഉദ്ധരിച്ചു. ലലാലത്തായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് കൃത്യമായിട്ട് മഹാൻ പറഞ്ഞു. അത് എല്ലാമല്ല ഖാസ്സോ ആമോ ആയിട്ടുള്ള വഴിയിലൂടെ, അല്ലെങ്കിൽ ഖാസ്സോ ആമോ ആയിട്ടുള്ള തെളിവിന് എതിരായി രൂപപ്പെടുന്ന മുഹ്ദസാത്തുകൾക്കാണെന്ന് കൃത്യമായി മഹാൻ പറഞ്ഞു ഉദ്ധരിച്ചു. മിണ്ടാൻ കഴിഞ്ഞില്ല. സാഹിബ് കച്ചിത്തുരുമ്പെന്നോണം ഉദ്ധരിച്ച അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ എന്ന ഹാഫിദ് ദുനിയയുടെ ആ ഉദ്ധരണി ഹാവിലിൽ ഫത്താവിൽ ഇമാം സുയൂത്തി തങ്ങൾ കൊണ്ടുവന്നിട്ട് അവസാനം എന്താണ് മഹാൻ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? വഖദ് ലഹറ ലി തഖരീജുഹാ അലാ അസ്ലി സാബിത്തിൻ വഹുവ മാ സബത ഫി സ്വഹീഹൈനി മിൻ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീനത ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശൂറാ ഫസ്അലഹും ഫഖാലു ഹുവ യൗമുൻ അഗ്റഖ അല്ലാഹു ഫീഹി ഫിർഔന വനജ്ജാ മൂസാ ഫനഹ്നു നസൂമുഹു ശുക്രൻ ലില്ലാഹി തആല. എന്നിട്ട് കേട്ടോ, ഫയുസ്തഫാദു മിൻഹു ഫിഅലി ശുക്രി ലില്ലാഹി അലാ മാ മൻ ബിഹി ഫീ യൗമി വഈൻ മിൻ ഇസ്താദി നിഅമത്തിൻ ഔ ദഫി നിഖമത്തിൻ. അതുകൊണ്ട് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ, അല്ലാഹുവിനെ അനുഗ്രഹം ചെയ്ത ദിനത്തെ ഫിക്സ് ചെയ്യുക എന്നുള്ളത്, കൃത്യമാക്കുക എന്നുള്ളത് അനുവദനീയമാണെന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയും. തീർന്നില്ല. വയഅദു ദാലിക ഫീ നലീ ദാലികൽ യൗം ഫീ ദാലികൽ യൗമി മിൻ കുല്ലി സനതൻ വശുക്രി ലില്ലാഹി യഹ്സുലു ബി അൻവാഇൽ ഇബാദത്തി കസ്സുജൂദി വസ്സിയാമി വസ്സദഖതി വത്തിലാവത്തി. ആണോ? ഓരോ വർഷവും ആവർത്തിക്കപ്പെടുന്ന രൂപത്തിൽ ഇത് ആഘോഷിക്കണമെന്നും ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയും. സുന്നികൾ എന്ന് ചെയ്യുന്നത് പോലെ പറയുന്നത് ആരാ? ഫത്ഹുൽ ബാരിൽ ഹാഫിദ് ദുനിയയാണ് പറയുന്നത്, ഉദ്ധരിക്കുന്നത് ഇമാം സുയൂത്തി ശൈഖുൽ ഇസ്ലാം അൽ ഹാവിലിൽ ഫത്താവ. എന്ത് പറയാനുണ്ട് മൗലവി? മഹാൻ പറയുന്നു, വഅയ്യു നിഅമത്തിൻ അഅലമു മിനൻ നിഅമതി ബിബുറൂസി ഹാദൻ നബിയ്യി നബിയ്യിർ റഹ്മാ. നബി തങ്ങൾ നബി എന്ന അനുഗ്രഹത്തെക്കാൾ മറ്റൊന്നുണ്ട് ഈ ദിവസത്തിൽ നബിയുടെ ആഗമനം എന്ന അനുഗ്രഹത്തെക്കാൾ മറ്റെന്ത് അനുഗ്രഹമാണ് നമുക്ക് ഈ ദിവസത്തിലുള്ളത്? അതുകൊണ്ട് എന്താണ് ഫീ ദാലികൽ യൗം വഅലാ ഹാദാ ഫയംബഗി. അതുകൊണ്ട് ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാണ്. എന്ത് പരിഗണിക്കണം? അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി പരിഗണിക്കണം. ആ ദിവസത്തെ, നബി ജനിച്ച ദിവസത്തെ റബീഉൽ അവ്വൽ 12 തന്നെ നിങ്ങൾ ശുക്ർ ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പൊ ചോദിക്കും, റബീഉൽ അവ്വൽ 12 തെളിവുണ്ടോ എന്ന്? മവാഹിബുൽ ലദുന്നിയിൽ നോക്കൂ മൗലവി സാഹിബേ, കൃത്യമായിട്ട് ഫഖീല ലിയസനാശറ വഅലൈഹി അമലു അഹ്ലിൽ മക്ക. റബീഉൽ അവ്വൽ 12 നബി ജനിച്ചു. ആ ദിവസത്തിൽ തന്നെ എന്താക്കണോ? നബിയുടെ മൗലിദ് നടത്തണമെന്ന് കൊണ്ട് ആ ദിവസം പറ്റിയില്ലെങ്കിൽ മറ്റേത് ദിവസവുമാകാമെന്നും മഹാനായ ഹാഫിദ് ദുനിയ പറയുന്നു ഫത്ഹുൽ ബാരിയിൽ. അത് മഹാനായ സുയൂത്തി ഇമാം കോട്ട് ചെയ്ത് അൽ ഹാവിലിൽ ഫത്താവിൽ പറയുന്നു. ഇനി ഇതിൽ പറയ എന്ത് തെളിവ് വേണം സുഹൃത്തുക്കളെ? പച്ചയായ തെളിവല്ല ഇവിടെ നൽകിയിട്ടുള്ളത്. ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഇബ്നുൽ ജൗസി പറഞ്ഞത് എന്റെ കയ്യിലുണ്ട്, സാദുൽ മസീർ ഞാൻ ഇട്ടിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. സാദുൽ മസീറിൽ ഇബ്നുൽ ജൗസി പറഞ്ഞത് എന്റെ കയ്യിലുണ്ട്, നക്കൽ ചെയ്ത് പറഞ്ഞത് ഞാൻ ഇട്ടിട്ടില്ല, അതിട്ട മൗലവി മുങ്ങിപ്പോവും. കുറച്ചെങ്കിലും ഇവിടെ കൊടുക്കേണ്ട നമ്മള്. അങ്ങനെ അങ്ങോട്ട് ജയിച്ചടക്കിയാലും ശരിയാവൂലല്ലോ. അഹങ്കാരമായി പോവില്ലേ? അപ്പൊ അത് വേണ്ട, കുറച്ചവിടെ നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത സംഭവത്തിൽ നമുക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താം. അപ്പോ ആയത്ത് പറഞ്ഞു, ഹദീസ് പറഞ്ഞു, തിരുനബി നടത്തിയ അഖ്അൻ നഫ്സി ബഅദ്, അത് ഹഖീഖത്തല്ല. ഇമാം പറഞ്ഞത് കേവലം ഹഖീഖത്തല്ല. അതാ ഞാൻ കൃത്യമായി വായിച്ചു. മൗലവി അത് തൊടുന്നില്ല. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്അൻ നഫ്സി ബഅദ നുബുവ മാ അന്നഹു ഖദ വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖ്അൻഹു ഫീ സാബിൻ വിലാദത്തിഹി. നബി തങ്ങൾ നുബുവത്തിന് ശേഷം സ്വന്തം ശരീരത്തിന് എന്ന ഹദീസാണ് എനിക്ക് തെളിവായിട്ടുള്ളത്. ഈ അറിവ് അവിടുത്തെ വേണ്ടി അറിവ് നടത്തി, ഈ അറിവ് അവിടുത്തെ നടത്തിയത് ഹഖീഖത്താണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? നബിയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് അവിടുന്ന് ജനിച്ചതിന്റെ 7-ാം ദിവസം ഹഖീഖത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹഖീഖയാണെങ്കിലോ ആവർത്തിക്കപ്പെടുന്ന ഒന്നുമല്ല. വൽ ഹഖീഖത്തു ലാ തുആദു مرة ثانية فيحمل ذلك على أن الذي فعله النبي صلى الله عليه وسلم إظهار للشكر على إيجاد الله إياه الرحمة رحمة للعالمين.
അപ്പൊ പറഞ്ഞു അപ്പോൾ ഈ അറിവ് ലോകാനുഗ്രഹിയായ തങ്ങറവളുടെ ജനനത്തിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുവാനും അത് സമുദായത്തിന് ശറആക്കാനുമാണ് നടത്തിയത്. ഫയുസ്തഹബ്ബുലന, നമുക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? അയൽദൻ ഇൽഹാറു ശുക്രി ബിമൗലിദിഹി ബിഇജ്തിമാഇ വഇത്ആമി തുആമി വനഹബി ദാലിക മിൻ വുജൂഹിൽ ഖുർബാതി വഇൽഹാറിൽ മസറാത്തി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ച് ഭക്ഷണം കൊടുക്കൽ, ആളുകൾ ഒരുമിച്ച് കൂടൽ തുടങ്ങി സന്തോഷ പ്രകടനങ്ങൾ നടത്തൽ സുന്നത്ത.